നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും സമ്പന്നമായ ഒരു വാർത്താ ദിനത്തിലേക്ക്, ഒരു വാർത്താ പുലരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അതിപ്രസിദ്ധമായ ചരിത്രത്തിന്റെ ശേഷിപ്പുകളുള്ള പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. അതെ, നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുത്തരി ഇവിടെ നിന്നാണ് കൊയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വലിയ പാടമായിരുന്നു. പുത്തരി കണ്ടം എന്ന പേര് വന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ഇതിന്റെ മുഖം ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. ഒരു സമയത്ത് വലിയ മാലിന്യക്കൂനയായി മാറി വലിയ ചർച്ചയായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിൽ നിന്നൊക്കെ മാറി നവീകരിച്ച പുത്തരിക്കണ്ടത്തിന്റെ മുഖമാണ് നമുക്ക് കാണാൻ. ചുറ്റിലും ഒരു പാർക്കുണ്ട്. ഇപ്പം ഇതിന്റെ മുന്നിലായി ഞങ്ങൾ നിൽക്കുന്നത് പോലെ ഇത്തരം യോഗങ്ങളൊക്കെ ചേരാൻ പറ്റുന്ന വൃത്തിയുള്ള മനോഹരമായ ഒരു ഇടമുണ്ട്. ഇതിന് പുറകിലാണ് വിശാലമായ ഒരു മൈതാനമുള്ളത്. ഈ മൈതാനമൊക്കെ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് ഇവിടെ വിശാലമായ നെല്ല് കൊയ്തെടുക്കാൻ കഴിയുന്ന വലിയൊരു കാർഷിക ഭൂമിയായിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതൊക്കെ കുറേ വർഷങ്ങൾ മുമ്പുള്ള കഥയാണ്. പക്ഷേ എന്തായാലും ചരിത്രം അതാണ്. ഈ ഏറ്റവും അടുത്തുവരെ പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പുത്തരി കൊണ്ടുപോകാൻ പുത്തരിക്കണ്ടത്തെ നെല്ല് തന്നെ വേണം എന്നതായിരുന്നു. അടുത്ത നാൾ വരെ അടുത്ത മേയർമാർ പോലും നേരിട്ട് അവർ ഇത് കൊണ്ടുപോയി സമർപ്പിക്കുന്നതൊക്കെ ഒരു പേരിന് വേണ്ടിയെങ്കിലും ആ ചടങ്ങ് കൃത്യമായി നടത്തുന്നുണ്ടായിരുന്നു. അതാണ് പുത്തരിക്കണ്ടത്തിന്റെ ചരിത്രം. എന്തായാലും ഈ പുത്തരിക്കണ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ വാർത്തയിലേക്ക് വരുന്നത്. ഇന്നത്തെ ദിവസം പൊതുവിൽ പരിശോധിക്കുമ്പോൾ ഏറെ നിർണായകമായ, തുടക്കം മുതൽ തന്നെ ഏറെ സംഘർഷമുണ്ടാക്കുന്ന രാഷ്ട്രീയ വാർത്തകൾ, ഒപ്പം തന്നെ മറ്റ് കൗതുകരമായ വാർത്തകൾക്കൊക്കെ ഇന്നത്തെ ദിവസം ഇടം നൽകും. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്തെ സാഹചര്യം തന്നെയായിരിക്കും അല്ലേ? നിയമസഭയിൽ നമ്മൾ ഇന്നലെ കണ്ട വലിയ കയ്യാങ്കളി, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സഭ. ഒരുപക്ഷെ മുൻപ് സ്പീക്കറുടെ കസേരയൊക്കെ എവിടെ നിന്ന് എടുത്തെറിയുന്നതിന് ശേഷം ഇത്തരത്തിലൊരു കലുഷിതമായ അന്തരീക്ഷം ഇതാദ്യമാണ് അല്ലെ സജിത്ത്? സജിത്ത് എപ്പോഴും നിയമസഭ റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇന്നലത്തെ ആ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് പ്രതിപക്ഷം ഇന്നലെ ഒരു അസാധാരണ നീക്കമാണ് കണ്ടത്. ഒരുപക്ഷെ UDF നിയമസഭയിലൊന്നും സമീപകാലത്തൊന്നും ഇത്ര ഒരു നിലപാടെടുത്തിട്ടില്ല. അവർ വളരെ ശക്തമായ ചില നീക്കങ്ങൾ നടത്തി. ആ നീക്കങ്ങൾ തന്നെ ഇന്നും തുടർന്നാൽ ഒരുപക്ഷെ വീണ്ടും വളരെ സംഘർഷ രംഗങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും സ്പീക്കറുടെ ഒരു അനുനയ നീക്കമുണ്ട്. അല്പസമയത്തിനുള്ളിൽ, അതായത് 8 മണിയോടുകൂടി തന്നെ സ്പീക്കർ ഒരു കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ സംഘർഷത്തെ അനുനയിപ്പിക്കാൻ നേതാക്കളുമായി ചർച്ച നടത്തി അനുനയം ഉണ്ടാക്കാനായിരിക്കും സ്പീക്കർ ശ്രമിക്കുക. അതുപോലെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നടന്നപ്പോൾ MLA-മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ ഇന്നലെ കുഴഞ്ഞു വീഴുകയുണ്ടായി. നമ്മൾ കണ്ടതാണ്. വാച്ചാൻ വാർഡ് ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് സഭയിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാകും കൈകാര്യം ചെയ്യുക? അവരെല്ലാം ഇന്ന് സഭയിലേക്ക് വരുമോ? അതെ, ഇപ്പം KK രമ MLA അടക്കം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അവർക്ക് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും സഭയിൽ വരിക. സ്വാഭാവികമായും അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാക്പോരുകൾക്കൊക്കെ ഇന്നത്തെ സഭാവേദിയിൽ ഇടമുണ്ടാകും. ഒപ്പം ബ്രഹ്മപുരം തീപിടുത്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ ആരംഭിച്ച ഉപരോധത്തിനിടയും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. പോലീസും ആയിട്ട് ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. അതിന്റെ വാർത്തകളിലേക്ക് വരേണ്ടത്. ഈ ബ്രഹ്മപുരം വിഷയത്തിനിടയിലാണ് കൊച്ചി പോലെ മധ്യകേരളത്തിന്റെ ചില മേഖലകളിൽ ഇന്നലെ മഴയുണ്ടായിട്ടുണ്ട്. അപ്പൊ ആശങ്കയുയർത്തിയ ഒരു കാര്യം, ഈ പുകപടലങ്ങൾ നിലനിന്നിരുന്ന ഇടത്ത് മഴ പെയ്തപ്പോൾ അത് ആസിഡ് സാന്നിധ്യമുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അതിന്റെ വിശദാംശമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സംസ്ഥാനത്ത് എത്തുകയാണ്. അവര് ചുമതലയേറ്റതിനു ശേഷം ആദ്യമായിട്ട് വരുന്നു. ഇന്ത്യയുടെ അഭിമാനം അല്ലേ? അതെ. അപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി അവർക്ക് 2 പരിപാടികൾ അവർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കൊച്ചിയിൽ നിന്ന് തന്നെ വാർത്ത വരാനുണ്ട്. അത് ED കേസുമായി ബന്ധപ്പെട്ടാണ്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് MA യൂസഫ് അലിക്ക് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരിക്കുന്ന 2ാമത്തെ നോട്ടീസിന്റെ ദിവസമാണിന്ന്. പക്ഷെ അദ്ദേഹം ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവ് എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ വിജേഷ് പിള്ളയ്ക്കെതിരെ നൽകിയ പരാതിയിൽ ഇന്ന് സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ, മാലിന്യ പ്രശ്നം അത് തിരുവനന്തപുരത്തോ ബ്രഹ്മപുരത്തെയോ മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു മേഖലകളിൽ കോഴിക്കോടുണ്ട്, വടവാതിലുണ്ട്, ഇവിടെയൊക്കെ പ്രതിസന്ധിയായി നിൽക്കുന്നു. അവിടെ ചില തർക്കങ്ങൾക്കും സംഘർഷ രംഗങ്ങൾക്കും പോലും ഇടവയ്ക്കുന്ന തരത്തിലേക്ക് ആ പ്രതിസന്ധി മാറുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്നത്തെ വാർത്തയിലുണ്ടാവും. എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. KSRTC-യിൽ 2ാം ഘട്ട ശമ്പളം, 2ാം ഗഡു താമസിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം ഈ ഇന്ധനത്തിന് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ശമ്പളം നൽകാൻ ഒരുങ്ങുകയാണ് മാനേജ്മെന്റ്. വലിയ പ്രതിഷേധം യൂണിയനുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇന്ന് കേരളത്തിന്റെ ഒരു പൊതു വാർത്താ ചിത്രം എന്ന് പറയുന്നത്. എന്തായാലും വിശദമായി ഇന്നത്തെ വാർത്തയുടെ പൊതുചിത്രത്തിലേക്ക് പോകും. ഒപ്പം തന്നെ വീണ്ടും ചികിത്സാ പിഴവെന്ന ഒരു പരാതി കൊല്ലം ജില്ലയിൽ നിന്നും വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക്, വാർത്താ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ടോപ്പ് ഹെഡ്ലൈൻസ് ഒന്ന് കണ്ടുവരാം.
സജിത്ത്, അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ പറഞ്ഞു. ഇനി വിശദമായി നമുക്ക് ആ വാർത്തകളിലേക്ക് പോകാം. നമുക്കൊപ്പം 3 മേഖലകളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുകയാണ്. ഡാൻ കുര്യനുണ്ട്, കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാർ ഉണ്ട്, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തുണ്ട്, ഒപ്പം കൊല്ലത്തെ ആ പ്രധാനപ്പെട്ട വാർത്തയുമായി ഷാനോസ് ഡേവിഡും രാവിലെ ചേരും. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്തെ വാർത്താ ദിനത്തെ സംബന്ധിച്ച് ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം നിയമസഭ ചേരുന്നു. അതിനും അപ്പുറം നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് ഏകദേശം ഒരു മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും സ്പീക്കറുടെ ഒരു നിർണായക നീക്കം നിയമസഭയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും നിയമസഭയിലെ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും കടുത്ത സംഘർഷ രംഗങ്ങൾ, ഇന്നലെ ഉണ്ടായതിന് സമാനമായ രംഗങ്ങൾ ഇന്നും നിയമസഭയിൽ ഉണ്ടാവാൻ ഇടയില്ലേ? ഡാൻ, എന്താണ് സ്പീക്കറുടെ നീക്കങ്ങൾ? നിയമസഭയിൽ ഇന്ന് എന്തായിരിക്കും സംഭവിക്കുക? ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് അശ്വതി. വളരെ നല്ലൊരു പ്രഭാതം നേരുന്നു. പക്ഷേ തലസ്ഥാനത്തെ സംബന്ധിച്ച് വാർത്തകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്തൊരു ദിനം. ഒരുപക്ഷെ അസാധാരണമായ ചില സംഭവ വികാസങ്ങൾ നടന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിയമസഭ ഇന്ന് വീണ്ടും സമ്മേളിക്കാനിരിക്കുന്നത് എന്നതാണ് തലസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ന് വാർത്തകളിൽ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപകാലത്തൊന്നും പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDF ഇത്തരത്തിലൊരു ശൈലി സ്വീകരിച്ച് നമ്മൾ ആരും കണ്ടിട്ടില്ല. അത്തരത്തിലെ അസാധാരണമായ കാഴ്ചകളാണ് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സഭ മുമ്പോട്ട് പോവുക എന്നത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമായി മാറുന്നത് കൊണ്ട് തന്നെയാണ് സ്പീക്കർ AN ഷംസീർ രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഭരണ പ്രതിപക്ഷ പോരിന് ഒരു അയവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, സഭാ സമ്മേളനം സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കക്ഷി നേതാക്കളുമായിട്ട് കൂടിയാലോചന നടത്തുന്നതിനായിട്ട് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA-മാർക്കെതിരായിട്ടുള്ള നടപടി ഒരുപക്ഷെ ഒഴിവാക്കിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ 6 പ്രതിപക്ഷ MLA-മാർ അവർ വാച്ച് ആൻഡ് വാർഡിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്കടക്കം കത്ത് നൽകിയിട്ടുണ്ട്. അതിന്മേലൊരു നടപടി കൃത്യമായി സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ വിഷയം ഇന്ന് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നതിനുള്ള, അതിനുള്ള നോട്ടീസ് നൽകുന്നതിനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 31-ാം തീയതി വരെയായിരുന്നു സഭാ കാലയളവ് നിശ്ചയിച്ചിരുന്നത്. അത് തന്നെയാണ് ഈ സഭാനാഥൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സംഘർഷ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കയ്യേറ്റ ശ്രമങ്ങൾ സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ ശൈലികൾ ഇത് സഭ എങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം മുമ്പോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം നിർണായകമാണ്. യോഗത്തിൽ തീരുമാനമാകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സഭാ കാലയളവ് വെട്ടിച്ചുരുക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. സജിത്ത്. ഓക്കെ ഡാൻ, എന്തായാലും ഈ നിയമസഭയിൽ നിന്നും അത്തരം നീക്കങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പ്രതിപക്ഷം ഈ തരത്തിൽ കടുത്ത നീക്കങ്ങൾ സഭയിൽ നടത്തിയാൽ ഭരണപക്ഷം എങ്ങനെ അതിനെ നേരിടുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം സഭ നടത്തിക്കൊണ്ടു പോവുക സ്പീക്കറുടെ മുന്നിലുള്ള വലിയ ചുമതലയാണ്. ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ സഭയിൽ നടക്കേണ്ടതുണ്ട്. അത് സർക്കാരിനും അക്കാര്യത്തിൽ ഉത്തരവാദിത്വവും അവരുടെ ആവശ്യം കൂടിയാണ്. സ്വാഭാവികമായും സഭയിൽ ഒരു അനുനയ നീക്കം നടത്താൻ ഭരണപക്ഷം ഏത്തരത്തിലുള്ള ഒരു അനുകൂല നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക? അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇന്നലെ നിയമസഭാ സമ്മേളനം ഇത്തരത്തിൽ പിരിഞ്ഞുപോയ അല്ലെങ്കിൽ ഉച്ചയോടെ പിരിഞ്ഞതിന് ശേഷം മന്ത്രിമാരായ P. രാജീവും മുഹമ്മദ് റിയാസും ഉച്ചയ്ക്ക് തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, തങ്ങൾ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി വന്ന് ജയിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്ഥാനത്തിനെതിരായി ആര് ശബ്ദമുയർത്താലും പ്രതികരിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അതിന് പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ല എന്നൊരു നിലപാടാണ് മന്ത്രിമാരെല്ലാം സ്വീകരിച്ചത്. അവർ മാധ്യമങ്ങളുടെ പരസ്യമായി ആ ഒരു സമീപനം വിശദമാക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്നും പ്രതിപക്ഷം നീങ്ങിയാൽ അതിനെ ശക്തമായി സഭയ്ക്കുള്ളിൽ പ്രതിരോധിക്കുന്ന ഒരു ശൈലി ഭരണപക്ഷം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിൽ ഒരുപാടങ്ങ് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല പ്രതിപക്ഷത്തിന് മുമ്പിൽ, VD സതീശന് മുമ്പിൽ അങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്ന ഒരു പൊതു സമീപനം, പൊതു ശൈലിയിലേക്ക് ഭരണപക്ഷ MLA-മാർ നീങ്ങിയേക്കും. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മറ്റ് ഭരണകക്ഷി MLA-മാരോട് ഒരു സമീപനത്തിന്റെ ശൈലി മതി എന്നൊരു തീരുമാനം പറഞ്ഞാൽ മാത്രമേ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശൈലി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിന് തന്നെയായിരിക്കും. അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി സർക്കാരിനെതിരായി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് അതിനെ നേരിടുന്ന ഒരു തന്ത്രം തന്നെയായിരിക്കും
ഭരണപക്ഷ MLA മാർ പയറ്റുക എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതെ ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിവില്ലാത്തൊരു കാര്യമാണ് സഭയുടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രത്യേക നിയമങ്ങളുള്ള ഒരു സഭയാണുള്ളത്. അപ്പോൾ ഈ നിയമസഭയിൽ വാച്ച് ആൻഡ് വാർഡിനെതിരെ ഇന്നലെ വാച്ച് ആൻഡ് വാർഡ് ഇടപെടേണ്ട ഒരു അവസ്ഥ എത്തിയപ്പോൾ അവർ ഇടപെട്ടു. കാര്യങ്ങൾ വഷളാകാതെ ഇടപെടുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്. പക്ഷേ ഈ MLA മാർക്ക് പരിക്കുണ്ടായി, അതുപോലെ തന്നെ വാച്ച് ആൻഡ് വാർഡിനും പരിക്കുണ്ടായി. വാച്ച് ആൻഡ് വാർഡിനെതിരെ നടപടി വേണമെന്ന് UDF ആവശ്യപ്പെടുമ്പോൾ ഏത് രീതിയിലാണ് അതിന്റെ ഒരു നിയമവശം കിടക്കുന്നത്? അത്തരത്തിലൊരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഒപ്പം ഇന്നലെ നമ്മൾ പല ചാനലുകളും കൊടുക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഈ സഭയിൽ അതെ ഈ വാച്ച് ആൻഡ് വാർഡിന് അറസ്റ്റ് ചെയ്യാനുള്ള എന്താണ് അങ്ങനെ ഒരു ഇതുണ്ടോ അവർക്ക്? അതിനുള്ള എന്താണ് അതിന് പറയാ, അതിന്റെ പ്രിവിലേജ് അവർക്ക് അത് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഈ വാച്ച് ആൻഡ് വാർഡിന്? അതോ അവർക്ക് ഇടപെടൽ മാത്രമേ നടത്താനാകുമോ? ഇത്തരത്തിൽ നിയന്ത്രണം മാത്രമേ പറ്റുള്ളൂ? അത് ഒരു സംശയമാണ്, പൊതുജനത്തിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണത്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം അതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പീക്കർക്ക് സുഗമമായി സഭ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വാച്ച് ആൻഡ് വാർഡിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ അവർക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. സഭയ്ക്കകത്ത് ഈ ഇത്തരത്തിൽ ഈ സ്പീക്കറുടെ ഓഫീസ് സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്പീക്കറെയോ മന്ത്രിമാരെയോ കയ്യേറ്റം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ അവർക്ക് സുരക്ഷയൊരുക്കാനുള്ള കൃത്യമായ നിയമവശങ്ങൾ അത് അവരിൽ നിക്ഷിപ്തവുമാണ്. പക്ഷേ നമുക്കറിയാം കേരള നിയമസഭയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ MLA മാരുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ സമരങ്ങൾ വരുമ്പോൾ ഈ വാച്ച് ആൻഡ് വാർഡ് ഒരു സംയമനത്തിന്റെ ശൈലിയായിരുന്നു പൊതുവെ സ്വീകരിക്കാറുള്ളത്. പക്ഷേ എന്നിട്ടും അത് ബലപ്രയോഗത്തിലേക്കും ഉന്തിലും തള്ളിലേക്കുമൊക്കെ ഒരു നീങ്ങുന്ന സാഹചര്യം ഉണ്ടായതാണ് ഇന്നലത്തെ സാഹചര്യങ്ങൾ ഇച്ചിരി കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ശൈലി അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും MLA മാർക്കും വാച്ച് ആൻഡ് വാർഡിനും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം. ഞാൻ ഇന്നലെ ജനറൽ ആശുപത്രിയിൽ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ പരിക്കേറ്റ MLA മാരെ മറ്റും സന്ദർശിക്കുന്നതിനെ ഞങ്ങളെല്ലാവരും പോയിരുന്നു, അവരെ കണ്ടിരുന്നു. അവർക്ക് സമീപത്തായി തന്നെയാണ് ഈ 6 പരിക്കേറ്റ വാച്ച് ആൻഡ് വാർഡും അവരുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചികിത്സ തേടിയിരുന്നത്. അപ്പോൾ രണ്ട് വശത്തും കൃത്യമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത അതൃപ്തിക്കും അമർഷത്തിനുമൊക്കെ വഴിവെക്കും. കാരണം തങ്ങൾ സംയമനത്തോടെ മാത്രമാണ് ഈ പ്രതിപക്ഷത്തിന്റെ സമരശൈലികളെ നേരിട്ടത് എന്നൊരു നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു തന്മയത്വത്തോടെയുള്ള നിലപാട്, നയപരമായ സമീപനം, ആർക്കെതിരെയും നടപടി ആവശ്യമില്ല, ഒരു താക്കീത് നൽകുക എന്നൊരു ശൈലിയായിരിക്കും. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അത് പാടില്ല, വാച്ച് ആൻഡ് വാർഡിനെതിരെ നടപടി എടുത്തേ കഴിയൂ എന്നൊരു നിലപാടിൽ ഉറച്ചു നിന്നാൽ സ്പീക്കർ അയൻ ഷംസീർ എന്ത് തരത്തിലുള്ള നിലപാടാകും സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും നിർണായകം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാത്ത പക്ഷം പ്രതിപക്ഷം അതിനെ ഒരു ആയുധമാക്കിക്കൊണ്ട് ഇന്ന് ഒരുപക്ഷെ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസായി വരെ ആ വിഷയം ഉന്നയിക്കാനുള്ള സാഹചര്യമാണ് മുമ്പിലുള്ളത്. സൈറ്റ് എന്തായാലും നിയമസഭയ്ക്കകത്ത് ഒരു സസ്പെൻസ് നിലനിൽക്കുന്നു എന്നതാണ് സാഹചര്യം. 8 മണിക്ക് നടത്തുന്ന അനുനയ നീക്കം ഫലം കാണുമോ എന്നത് തന്നെ നിർണായകമാണ്. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി KSRTCയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ തുടക്കത്തിൽ അശ്വതി തന്നെ സൂചിപ്പിച്ചു, KSRTCയിലെ അവർക്ക് ശമ്പള പ്രതിസന്ധി അതേപടി തുടരുകയാണ്. രണ്ടാമത്തെ ഗഡു ശമ്പളം നൽകുന്നതിന് പണമില്ല, സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം അപര്യാപ്തമാണ്. അതുകൊണ്ട് ഇന്ധനത്തിന് പണം നൽകാൻ മാറ്റിവെച്ച തുക മാറ്റി ശമ്പളം നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് KSRTC പോകുന്നതായി അറിയുന്നു. എന്താണ് KSRTCയുടെ നിലവിലുള്ള സാഹചര്യം? അവർക്ക് ശമ്പളം നൽകാനാകുമോ? സജിത്ത്, ഫെബ്രുവരി മാസത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഗഡുക്കളായി ശമ്പളം നൽകുന്ന ഒരു ശൈലിയിലേക്ക് നീങ്ങുകയാണ് എന്നൊരു നിലപാടിലേക്ക് KSRTC നീങ്ങിയത്. അതിനെതിരെ ഭരണപക്ഷത്തിൻ്റെതടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പണിമുടക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞേക്കാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആദ്യ ഗഡുവായി ശമ്പളം നൽകുന്നതിന് വേണ്ടി 30 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. പക്ഷേ അത് പര്യാപ്തമല്ല എന്ന് KSRTC തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 40 കോടി രൂപ കൂടി, അതായത് ഏതാണ്ട് 70 കോടി രൂപയുണ്ടെങ്കിലേ ഈ കുടിശ്ശിക നമുക്ക് പൂർണ്ണമായി തീർക്കാൻ കഴിയൂ
എന്ന കാര്യം കൃത്യമായി തന്നെ KSRTC ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു. പക്ഷേ ഇനി ലഭിക്കാനുള്ള 40 കോടി രൂപ എപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുമെന്ന കാര്യത്തിൽ വ്യക്തമായൊരു സൂചന KSRTCക്കും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ആ പണം കിട്ടാൻ വൈകുന്ന പക്ഷം ഈ ശമ്പള പ്രതിസന്ധി അത് അങ്ങനെ തന്നെ തുടരും. അത് തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടാകും. തൊഴിലാളി യൂണിയനുകൾ ഈ വിഷയം ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇത് സംയുക്തമായ ഒരു പണിമുടക്കിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ഉരുത്തിരിയുക. ഈ ഒരിക്കലും തീരാത്തൊരു പ്രതിസന്ധിയാണ് KSRTCയിലുള്ളത്. ഇന്നലെ വന്ന ആ സ്വിഫ്റ്റിന് ഇവിടുത്തെ ഡിപ്പോകൾ കൈമാറുമെന്നുള്ള വാർത്ത വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. യൂണിയനുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഡാൻ, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ ഡിപ്പോകൾ സ്വിഫ്റ്റിന് കൈമാറുന്നതോടെ ഏത് രീതിയിലേക്ക് ഈ അവസ്ഥ മാറുമെന്നാണ് യൂണിയനുകൾ ഭയക്കുന്നത്? അതായത് KSRTCയുടെ നിലവിലുള്ള വരുമാനം തന്നെ വീണ്ടും കുറയുന്ന സാഹചര്യം അത് ഉണ്ടാക്കില്ലേ? കാരണം ഡിപ്പോകൾ, പ്രത്യേകിച്ച് ലാഭകരമായ ഡിപ്പോകൾ മറ്റൊരു സംവിധാനം സ്വിഫ്റ്റിന് കൈമാറുമ്പോൾ നിലവിലുള്ള KSRTCയുടെ വരുമാനത്തിൽ തന്നെ കുറവുണ്ടാവുകയും നിലവിലെ പ്രതിസന്ധി അത് ഒന്നുകൂടി രൂക്ഷമാവുന്ന സാഹചര്യമല്ലേ ഡാൻ ഉണ്ടാക്കുക? സജിത്ത്, അശ്വതി, ഇത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അതായത് ഇതിന് വ്യക്തമായ ഒരു മറുപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം അവർ എങ്ങനെയൊരു കാര്യം നടപ്പിലാക്കുന്നതിന് അവർ മുമ്പോട്ട് വെക്കുന്ന ന്യായങ്ങൾ ഒരു കാരണവശാലും തൊഴിലാളി യൂണിയനുകൾ അംഗീകരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ആശങ്ക തന്നെയാണ് പ്രതിഷേധത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പിന്റെ രൂപത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വസ്തുതയാണ്, അത് KSRTCക്ക് വരുമാനം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യം അത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള തുടർ നടപടികളിലേക്കാകും KSRTC മാനേജ്മെന്റ് നീങ്ങുക എന്ന് തൊഴിലാളി യൂണിയനുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ തങ്ങളുടെ നിലനിൽപ്പ് പരിഗണനയിലാക്കുന്ന ഒരു നടപടിയാണ് KSRTC അല്ലെങ്കിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങും. അതിന് എല്ലാ തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് നിൽക്കും എന്ന വിവരം കൃത്യമായി തന്നെ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. യെസ് ഡാൻ, അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ, മറ്റൊരു കാര്യം കൂടി, കോൺഗ്രസിന്റെ സംഘടന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രത്യേകത ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുനഃസംഘടനാ തർക്കങ്ങൾ പരിഹരിച്ചു എന്ന ഒരു അവകാശവാദം ഉയർത്തിയിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ആ തർക്കങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ നിൽക്കുമ്പോൾ ഈ തരത്തിൽ കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നം രൂക്ഷമായ സാഹചര്യമായിരുന്നല്ലോ. ആ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം എന്താണ്? സൈറ്റ് മാർച്ച് 31 മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു KPCC നേതൃത്വത്തിന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിരുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം പുനഃസംഘടന അത്ര പെട്ടെന്ന് പൂർത്തിയാകില്ല. കാരണം ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് പൂർത്തിയാക്കുന്നതിന് വെല്ലുവിളി നേരിടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധിക ദിവസം അത് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ആ കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ആ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വരുന്ന ദിവസം കേരളത്തിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി എത്തും. അദ്ദേഹം എത്തിയ ശേഷം ഗ്രൂപ്പ് നേതാക്കളുമായി വെവ്വേറെ ചർച്ചകൾ നടത്തും. ആ ചർച്ചകൾക്ക് ശേഷം ഒരു സമവായം രൂപപ്പെടുത്തി ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും മിക്കവാറും ഉണ്ടാകുക. അതിനുള്ള സാധ്യത തന്നെയാണ് മുമ്പിലുള്ളത്. അത് നടക്കുന്നില്ലാത്ത പക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ശ്രദ്ധയൊന്നിക്കൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലി, അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മാറാനുള്ള സാധ്യതയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ താരിഖ് അൻവർ കൂടി കേരളത്തിൽ എത്തി ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തിയാൽ മാത്രമേ പുനഃസംഘടന പൂർത്തിയാകുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതാണ് സാഹചര്യം. ശരി ഡാൻ, എന്തായാലും ഒരു സജീവ വാർത്താ ദിനം ആശംസിക്കുകയാണ് ഡാൻ. എന്തായാലും നിയമസഭയിലേക്ക് പോകേണ്ടി വരും. അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങളുമായി ഉടൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഇനി കൊച്ചിയിലേക്ക് പോവാം. കൊച്ചിയിലാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില നീക്കങ്ങൾ ഉണ്ടാവുന്നത്. ബ്രഹ്മപുരം പ്രതിസന്ധി, ഒപ്പം തന്നെ അവിടെ ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നീക്കം, രാഷ്ട്രപതിയുടെ സന്ദർശനം അടക്കമുള്ള വിഷയങ്ങൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് ഏറെ സങ്കീർണമായ ദിവസങ്ങളാണ് കടന്നുപോയത്. അതിന് ഏറെക്കുറെ അയവൊന്നും വന്നിട്ടുമില്ല. ഇപ്പോൾ ബ്രഹ്മപുരം വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കുമ്പോൾ ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ പ്രതിപക്ഷം കൊച്ചിയിൽ സമരരംഗത്തുള്ളത്. നിലവിൽ രാവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? അനീഷ്.
നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ സജിത്ത് ഉപരോധ സമരം കോൺഗ്രസ് പ്രവർത്തകർ UDF കൗൺസിലർമാർ തുടങ്ങിയ ആളുകളാണ് ഇപ്പോൾ നഗരസഭയുടെ ഈ കവാടം ഉപരോധിച്ചുകൊണ്ട് ഉപരോധ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടു. തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുക തുടങ്ങിയ ആവശ്യം ഉപരോധിക്കാൻ എത്തിയപ്പോൾ പോലീസ് ശ്രമം തടഞ്ഞത് നേരിയ ചില സംഘർഷങ്ങൾക്ക് ഇടവരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണ്. സമര പന്തലിൽ നിരോധിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് മുഹമ്മദ് ഷിയാസിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. രാവിലെ തന്നെ ഉപരോധ സമരം ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ്? അല്ല, ഈ സമരം കൊച്ചിൻ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്ക് ഉത്തരവാദിയായ മേയർ രാജിവെക്കണം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആസൂത്രിതമായി കത്തിച്ച അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ അഴിമതിയുടെ പണം കൈപ്പറ്റിയ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യണം. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ച് വലിയ അവലാതിയാണ് ജനങ്ങൾക്കുള്ളത്. അതിനൊരു പരിഹാരമുണ്ടാകണം. ഇതെല്ലാമാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന ഉപരോധമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് അവർ പറഞ്ഞിട്ട് നടത്തുന്ന സമരം കൂടിയാണ് ഈ ഉപരോധം. തീർച്ചയായും ഇന്നത്തെ ഈ ഒരു ദിവസം കോർപ്പറേഷനകത്തേക്ക് ഒരാളെ പോലും കയറ്റിവിടാത്ത രീതിയിലുള്ള ശക്തമായ പ്രതിരോധമാണ് കോൺഗ്രസ് തീർക്കുന്നത്. രാവിലെ 5 മണിക്ക് ഞങ്ങൾ ആരംഭിച്ച ഈ സമരം വൈകിട്ട് 5 മണി വരെ മുന്നോട്ട് പോകും. ഇന്ന് പോലും 15 ദിവസക്കാലമായി പോലീസ് അന്വേഷണം നടത്തിയിട്ട് FIR ഇട്ടിട്ട് ഒരാൾക്കെതിരെ പോലും കേസ് ചുമത്തിയിട്ടില്ല. പോലീസിന്റെ പ്രാഥമിക എൻക്വയറി റിപ്പോർട്ട് കാണുന്നില്ല. സമരങ്ങളോട് അസഹിഷ്ണുതയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അവരോടുള്ള അസഹിഷ്ണുതയാണ്. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ അവരെ ഭീകരമായിട്ടാണ് കോർപ്പറേഷൻ ഓഫീസിനകത്ത് വെച്ച് പോലീസ് മർദ്ദിച്ചത്. പോലീസ് CPMന്റെ കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണ്. പഴയ കാലഘട്ടങ്ങളിൽ SFIക്കാരായിരുന്ന DYFIക്കാരായിരുന്നവർ പോലീസുകാരായപ്പോൾ അവർ പോലീസുകാരായത് അവരറിഞ്ഞിട്ടില്ല. അവരിപ്പോഴും ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരണം. കാരണം ഇത് അവരുടെ ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒന്നാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പോലും അസ്വാഭാവികതയുള്ള ഒന്നാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. രാസമാലിന്യത്തിന്റെ അംശമുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത്ര ഗുരുതരമാണ്. എവിടെയാണ് ആരോഗ്യവകുപ്പിനെ കാണാൻ കഴിയുന്നില്ലല്ലോ. പത്രസമ്മേളനം നടത്തി ഉത്തരവിറക്കിയത് കൊണ്ട് മാത്രം കാര്യമുണ്ട്. ജനങ്ങൾ മരിച്ചോട്ടെ എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. ലോറൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു 70 വയസ്സുകാരൻ മരിച്ചു. ശ്വാസം കിട്ടാതെയാണ് മരിച്ചത്. അപ്പോൾ എത്ര ആളുകൾ ഈ കോവിഡിന് ശേഷം ശ്വാസകോശ സംബന്ധമായ നിരവധി അസുഖങ്ങളുള്ള ആളുകളുണ്ട്. അവരുടെ ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ച് അവർക്ക് കലിശലായിട്ടുള്ള ആശങ്കകളാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ആശങ്കകൾക്കിടയിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കൂടിയാകുമ്പോൾ ആളുകൾ ഭയങ്കര പാനിക്കിലാണ്. അതിനെതിരായി പോലും അത് പരിഹരിക്കാൻ പോലും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഉദാസീനതയാണ്, കൃത്യവിലോപമാണ്. ആളുകളുടെ നികുതി പണം വാങ്ങിച്ച് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുണകരമല്ലാത്ത ഒന്നാണ്. മേയർ രാജിവെക്കണം. ഈ കൗൺസിൽ, ഈ പറയുന്ന ഇടതുപക്ഷ കൗൺസിൽ രാജിവെച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ കൗൺസിലിൽ ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾ പങ്കെടുത്തില്ല എന്നാണ് മന്ത്രി അവിടെ അറിയിച്ചത്. ചെല്ലില്ല എന്ന് ഇല്ല, അത്തരത്തിലൊരു കത്തായിരുന്നില്ല അത് കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ധാർമ്മികമായി ശ്രീ അനിൽകുമാറിന് മേയർ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. കാരണം പലതവണ നമ്മൾ കൗൺസിലിന്റെ ഉള്ളിൽ പോലും ഈ സോണ്ട കമ്പനിയുമായുള്ള കരാറുമായി മുമ്പോട്ട് പോകരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും അതിന്റെ ന്യൂനതകൾ പറഞ്ഞിട്ടും ടെൻഡർ വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും അത് കേൾക്കാൻ തയ്യാറാകാത്ത ഒരു മേയറാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കേണ്ട ബാധ്യതയും മേയർക്കുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായി അവിടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള കത്താണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു കത്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് കൗൺസിൽ അംഗങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് അന്ന് ചെയ്തത്. LDF മാത്രം കൂടിയിരുന്ന് കൗൺസിൽ യോഗം നടത്തുകയും മറ്റുള്ള പ്രതിപക്ഷ കൗൺസിലർമാരെ മുഴുവൻ വെളിയിൽ നിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ യോഗം കൂടുന്നതിന് യാതൊരു അർത്ഥവുമില്ല, യാതൊരു വാല്യൂവും ഇല്ലാത്തൊരു യോഗമാണ് അവിടെ കൂടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സംസാരിച്ചതുപോലെ ഇതൊരു ജനകീയ പ്രശ്നമാണ്. ഈ ജനകീയ പ്രശ്നത്തിൽ ജനപ്രതിനിധികളായ ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് കഴിഞ്ഞ 13 ദിവസക്കാലം കൊച്ചി നഗരത്തിലെ ജനങ്ങൾ അനുഭവിച്ചത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അനിൽകുമാർ രാജിവെക്കണം. ഈ കൗൺസിലിൽ തുടരാൻ ഇനി അർഹതയില്ല.
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതിക്രൂരമായി കൗൺസിൽ അംഗങ്ങളെ മർദ്ദിച്ചിരിക്കുന്നു, സ്ത്രീകളെ മർദ്ദിച്ചിരിക്കുന്നു, പുരുഷ പോലീസിനെ ഉപയോഗിച്ചാണ്, റാപ്പിഡ് ഫോഴ്സിനെ ഉപയോഗിച്ചാണ് സ്ത്രീകളെ ഉപദ്രവിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഏകപക്ഷീയമായി ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ ഭരണം നടത്തുന്ന ഈ ഭരണസമിതിക്ക് ഒരു നിമിഷം പോലും ഇനിയും തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഓഫീസ് സമയം മറ്റും ആരംഭിച്ചിട്ടില്ല. അല്പസമയം കഴിയുമ്പോൾ നഗരസഭാ ഓഫീസിന്റെ പ്രവർത്തന സമയം ആരംഭിക്കും. പോലീസുമായി ചെറിയ കയ്യേറ്റം ഉണ്ടായി. പക്ഷേ ഈ ഓഫീസ് സമയം പക്ഷേ ഇടത് കൗൺസിലർമാരും സ്ഥലത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ജീവനക്കാർ ആവശ്യപ്പെട്ട് ഇടത് യൂണിയനിൽപ്പെട്ട ജീവനക്കാരും പക്ഷേ അകത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സംഘർഷത്തിലേക്കാവും ഇവിടെ വീണ്ടും കാര്യങ്ങൾ നീങ്ങുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു ജീവനക്കാരെയും ഈ ഓഫീസിലേക്ക് കടത്തിവിടില്ല എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു കൊച്ചിയിൽ എത്തുന്നുണ്ട്. കൊച്ചിയിൽ പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സന്നാഹങ്ങളാണ് നഗരത്തിലുടനീളം ഒരുക്കിയിരിക്കുന്നത്. ഇത്ര വലിയ ഒരു പ്രക്ഷോഭവും നടന്നുകൊണ്ടിരിക്കുന്നു. അനീഷ്, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബ്രഹ്മപുരം വിഷയം കൊച്ചിയുടെ അന്തരീക്ഷത്തെ ആകെ മാറ്റിയിരിക്കുകയാണ്. സജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്നലെ പെയ്ത മഴയിൽ ആസിഡിന്റെ അംശമുണ്ട്, രാസവസ്തുക്കളുടെ അംശമുണ്ട് എന്നുള്ള ഒരു ഭീതി ഇപ്പോഴും അവിടെയുള്ളവർക്കുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഇന്നലെ ആ മഴ പെയ്തതും അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിന്റെ ഈ ലിറ്റ്മസ് പേപ്പറൊക്കെ മുക്കി നീല നിറമാകുന്നതൊക്കെ കാണിച്ചുകൊണ്ട് അതിൽ രാസപദാർത്ഥങ്ങളുടെ അംശമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്തെത്തിയിരുന്നു. ആ വിഷയം എങ്ങനെയാണ് കൊച്ചി കാണുന്നത്? ഇന്നലെ പെയ്ത ആ ഒരു ആസിഡ് മഴയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം ഈ ശാസ്ത്രകാരന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ പറഞ്ഞിരുന്നു. കാരണം അന്തരീക്ഷത്തിലേക്ക് ഇത്ര വലിയ തോതിൽ ഈ രാസവസ്തുക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം, ദിവസങ്ങളോളം ഈ കൊച്ചിയുടെ അന്തരീക്ഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഈ രാസ പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ഇത് മഴയായി പെയ്യുമ്പോൾ താഴേക്ക് പതിക്കാനുള്ള, സാധാരണ ഈ കൊച്ചിയിൽ അല്ലെങ്കിൽ പോലും മറ്റ് സാധാരണ ഇടങ്ങളിൽ പോലും വലിയ ഒരു വേനലിന് ശേഷം മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ രാസപദാർത്ഥങ്ങൾ പുറത്തേക്ക് പതിക്കാൻ അല്ലെങ്കിൽ താഴേക്ക് വീഴാനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതാണ് പലയിടങ്ങളിലും. ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ കൊച്ചിയിൽ പലയിടങ്ങളിലും വെള്ള നുരയോടുകൂടിയ മഴവെള്ളത്തിൽ അത്തരമൊരു കളറുണ്ടായിരുന്നുവെന്ന്, നിറമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഇനിയും ഉണ്ടായിട്ടില്ല. നിലവിൽ പല ആളുകളും ഈ രാജഗോപാൽ കമ്പത്തിനെ പോലുള്ള പല ശാസ്ത്രകാരന്മാരും ഒക്കെ ലിറ്റ്മസ് ടെസ്റ്റ് ഉപയോഗിച്ച് ഈ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ മാറിയത് അടിസ്ഥാനപ്പെടുത്തി ഈ പെയ്ത മഴയ്ക്ക് ആസിഡിൻ്റെ അംശമുണ്ടായിരുന്നു എന്ന ഒരു വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിൻ്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. വൈകാതെ അതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഏത് തരത്തിലുള്ള ഒരു മഴയാണ് പെയ്തത്, എത്രമാത്രം അപകടകരമാണ് ആ മഴ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും. എന്തായാലും അങ്ങേയറ്റം ഭയക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സാധാരണഗതിയിൽ തന്നെ ദീർഘ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വേനലിന് ശേഷം മഴ പെയ്യുമ്പോൾ ഈ അമ്ലഗുണം അല്ലെങ്കിൽ ആസിഡ് സാധ്യതകളൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ചും കൊച്ചി പോലൊരു വ്യാവസായിക നഗരം കൂടിയാണ്, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വല്ലാത്ത കണ്ട് ഭയം ആവശ്യമില്ല എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ നൽകുന്ന അറിയിപ്പ്. എന്തായാലും അക്കാര്യത്തെക്കുറിച്ച് അതാണ് സാഹചര്യം. എന്തായാലും കൊച്ചിയിൽ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല. കൊച്ചിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നാണ് സാഹചര്യം. ഇതിനിടയിലാണ് ബ്രഹ്മപുരത്ത് അതിന്റെ രാഷ്ട്രീയ വിവാദങ്ങൾ അതേപടി നിലനിൽക്കുമ്പോഴും അവിടെ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചവരാണ് അവിടുത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അതായിരുന്നു അവിടുത്തെ ഒരു പോസിറ്റീവ് കാഴ്ചയും അവരുടെ ഒരു ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം. അത്രയും തീയിലും പുകയിലും നിന്നുള്ള അവരുടെ പ്രവർത്തനം അത്രത്തോളം വാനോളം പുകഴ്ത്തുകയാണ്, അല്ലെങ്കിൽ നാട് അവർക്ക് ആദരം നൽകുകയാണ്. എന്തായാലും ആ തരത്തിൽ ഇടപെട്ടവർ മാതൃകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവർക്ക് നാട് നൽകിയ ആദര ചടങ്ങ് കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം.
ബ്രഹ്മപുരത്തെ ഹീറോക്കൾക്ക് നാടിന്റെ ആദരം. നിറകണ്ണുകളോടെ കൂപ്പുകയുമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി അവരെ ആദരിച്ചു. ചടങ്ങിനെത്തിയ ഓരോ ഉദ്യോഗസ്ഥനും ചുവന്ന റോസാപ്പൂ നൽകിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ആദരവ് പ്രകടിപ്പിച്ചത്. ബ്രഹ്മപുരത്തെ അഗ്നിബാധയെ തുടർന്ന് ജനങ്ങൾ വീടിന്റെ ജനലും വാതിലും അടച്ചിരുന്നപ്പോൾ ഗ്രൗണ്ട് സീറോയിൽ പ്രവർത്തിച്ചവർക്ക് സല്യൂട്ട് നൽകുന്നു എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ നിസ്വാർത്ഥ സേവനത്തിന്റെ യഥാർത്ഥ മാതൃകയാണ് ബ്രഹ്മപുരത്തെ പോരാളികളെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രശംസിച്ചു. യു വർക്ക് ടയർലെസ്ലി, നൈറ്റ് ആൻഡ് ഡേ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തു. ഞാനൊരു അദ്ദേഹത്തിനാൻ തോന്നുന്നു എല്ലാവരും പൊക്കിയെടുത്ത് ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, യു ആർ അവർ ഹീറോ ടു. അതൊരു എക്സ്ട്രീംലി പോയിനൻസ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിലെ വേർഡ്. താങ്ക് യു സോ മച്ച്. ഒരു മോസ്റ്റ് പവർഫുൾ എന്ന് പറയുന്ന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് വളരെ കുറവാണ്. ഒരു കാലഘട്ടത്തിലെ ഒരു സെഞ്ചുറിയിലെ ഒരു ഇമേജ് ആണത്. വി ഹാവ് അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രേവ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇദ്ദേഹത്തിനെ പൊക്കി പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് എനിക്ക് എന്റെ വാട്സാപ്പിൽ ആരോ അയച്ചു തന്നിരുന്നു. ബെറ്റർ കൊച്ചിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊച്ചി റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഫയർഫോഴ്സ് മേധാവി ബി സന്ധ്യ, സിറ്റി പോലീസ് കമ്മീഷണർ സേതുരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇന്ന് കൊച്ചിയിൽ പ്രധാനപ്പെട്ട മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആദ്യമായി കേരളത്തിൽ വരുന്നു. അവർ വരുമ്പോൾ ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങ് കൊച്ചിയിലാണ്. അനീഷ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ രാഷ്ട്രപതിയുടെ കൊച്ചിയിലെ പരിപാടികൾ? സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും അവർക്കൊരു പരിപാടിയുണ്ട്. ഇന്ന് കൊച്ചിയിൽ അവർ വരുന്ന സമയം എപ്പോഴാണ്? എന്തൊക്കെയാണ് മറ്റ് ക്രമീകരണങ്ങൾ? അനീഷ്. സജിത്ത് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇത് ചുമതലയേറ്റ ശേഷം ആദ്യമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കൊച്ചിയിലെത്തുന്നത്. ഉച്ചയ്ക്ക് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തുന്ന രാഷ്ട്രപതി പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ നാവികസേനയുടെ ഭാഗമായുള്ള ചടങ്ങാണ്. ഇതിൽ INS ദ്രോണാചാര്യയിൽ സന്ദർശനം നടത്തുന്നുണ്ട് രാഷ്ട്രപതി. ഇവിടെ ഈ രാഷ്ട്രപതിയുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഈ നിഷാൻ പദവി, അത്തരമൊരു പദവി ഈ കപ്പലിന് സമ്മാനിക്കുന്ന ആ ചടങ്ങുണ്ട്. INS വിക്രാന്തിലും രാഷ്ട്രപതി സന്ദർശനം നടത്തും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. വൈകിട്ട് 4:20 ഈ ചടങ്ങ് നടക്കുന്നത്. ഇതിനുശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന രാഷ്ട്രപതി വൈകിട്ട് രാവിലെ കൊല്ലം വള്ളിക്കാവിലെ അമൃത മഠത്തിൽ ഒരു ചടങ്ങുണ്ട്. അവിടുത്തെ സന്ദർശന ചടങ്ങുകൾ പൂർത്തിയാക്കും. തുടർന്ന് ഈ ഉദയ പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ ഈ കുടുംബശ്രീയുടെ ചടങ്ങിലും പങ്കെടുക്കും. അതിനുശേഷം നാളെ വൈകിട്ട് ലക്ഷദ്വീപിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. അത്തരത്തിൽ വളരെ പരിമിതമായ ചടങ്ങുകൾ ഉള്ള ഒരു ഔദ്യോഗിക സന്ദർശന പരിപാടിയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് ഉള്ളത്. എന്തായാലും കൊച്ചിയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കൊച്ചി നഗരത്തിലും ഈ പശ്ചിമ കൊച്ചി ഭാഗത്തുമൊക്കെ ഇന്ന് പൂർണ്ണമായും ഉച്ചതിരിഞ്ഞ് 1 മണി മുതൽ 6 മണി വരെ കർശനമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഒരു സുരക്ഷാ സന്നാഹമാണ് കൊച്ചിയുടെ പലയിടങ്ങളിലും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആദ്യ ചടങ്ങ് ഈ INS വിക്രാന്തിലും ഈ നാവികസേനയിലും നടക്കുന്ന ചടങ്ങ് തന്നെയാണ്. അനീഷ്, കൊച്ചിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ലൈഫ് മിഷൻ കേസിൽ MA യൂസഫ് അലി മൊഴി കൊടുക്കാൻ ഇന്ന് എത്തുമോ എന്നുള്ളതാണ്. അതിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അദ്ദേഹം മൊഴി കൊടുക്കാൻ എത്തിയേക്കില്ല എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. നേരത്തെ 2 വട്ടം ഈ സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചിരുന്നു എങ്കിൽ പോലും ഒരു സാക്ഷി എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട ഈ കരാറുകൾ ഒപ്പിടുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി യൂണിറ്റ് ആക്ടിന് നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദേശത്ത് ഉള്ള ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങളുണ്ട്. ഒപ്പം ഈ സ്വപ്ന സുരേഷും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MA യൂസഫ് അലി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ ഇഡിയോട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ്
യൂസഫ് അലിക്ക് നോട്ടീസ് നൽകിയത്. പക്ഷേ അദ്ദേഹം എത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമ വഴികളിൽ കൂടെ ഒരുപക്ഷെ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണോ, അല്ലെങ്കിൽ ഏത് തരത്തിൽ യൂസഫ് അലിയിൽ നിന്ന് മൊഴിയെടുക്കണം എന്നത് സംബന്ധിച്ച ചില നിയമോപദേശങ്ങൾ ED തേടുന്നുണ്ട് എന്ന ചില വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ സാഹചര്യത്തിൽ അദ്ദേഹം നേരിട്ട് മൊഴി നൽകാൻ എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി അനീഷ്, എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളത് പുത്തരിക്കണ്ടം മൈതാനത്താണ്. കുറച്ചു നേരം ഇരിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കിവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ, ഒരുപാട് പ്രഭാത സവാരിക്കാരുണ്ട്, ഒരുപാട് പേര് നടക്കാൻ വരുന്നുണ്ട്. കാരണം സേഫ് ആണ്, വണ്ടി അകത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ടുള്ള ഒരു മോർണിംഗ് വാക്ക് ഇവിടെ സാധ്യമാകും. പുത്തരിക്കണ്ടം പഴയ മുഖമല്ല, ഒത്തിരി മുഖം മാറി, ഏറ്റവും മനോഹരമാണ്. എന്തായാലും നഗരത്തിൽ വരുന്നവർക്കൊക്കെ ഒന്നിരുന്ന് വിശ്രമിക്കാൻ കഴിയുന്ന ഒരിടമായി തന്നെ ഇത് മാറി. ചൂട് കാരണം ഈ സമയത്ത് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ തന്നെ വെയിൽ വന്നു തുടങ്ങി, സൂര്യൻ മുകളിലേക്ക് വരുന്നു. അപ്പൊ കൂടുതൽ ചൂട് ഇപ്പൊ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് ഉണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിക്കാം. പുറത്തിറങ്ങരുതെന്ന് പറയുന്ന സമയത്ത് പുറത്തിറങ്ങാതിരിക്കാം, അല്ലേ സഹിത്? അപ്പൊ നമുക്കൊരു ഒരുപാട് വാർത്തകളിലേക്ക് പോകാനുണ്ട്. നമുക്കൊരു ഇടവേളയിലേക്ക് പോയാലോ? ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി വരാം. അപ്പോൾ വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്രയും നേരം വലിയ ഗൗരവമുള്ള വാർത്തകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് വിനോദ വാർത്തകൾ, വിനോദം എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ച് വിജ്ഞാനപ്രദമായ വിനോദ വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. നമ്മൾ ഈ സ്ലാങ്ങുകളെ കുറിച്ച് പറയില്ല കേരളത്തിൽ. ചില ഇപ്പൊ കോട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവും, തൃശ്ശൂരാണെങ്കിൽ കേട്ടാൽ മനസ്സിലാവും, അവരുടെ താളത്തിനായിരിക്കും വ്യത്യാസം. പക്ഷെ ചിലത് കേട്ടാലേ മനസ്സിലാകാത്ത ചില സ്ലാങ്ങുകളുണ്ട്. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നമുക്ക് ചില വാക്കുകളൊന്നും എന്താന്ന് പോലും മനസ്സിലായില്ല. ഉദാഹരണമാണ് നമ്മുടെ കണ്ണൂരുള്ള ബേങ്കി. നമ്മൾ ബേങ്കി നമ്മുടെ സൈനോരുടെ ഒരു പാട്ടിലൂടെയാണ് നമ്മൾ ആ ഒരു വാക്ക് തന്നെ കേട്ടത്. അപ്പൊ എല്ലാവരും ചോദിച്ചത് എന്താണ് ഈ ബേങ്കി? അപ്പോൾ ഇവർ പറയുന്നതാണ് എന്താണ് തുള്ളിക്കുക എന്ന് പറയും, ഇല എടുത്ത് തുള്ളിക്കുക എന്ന് പറഞ്ഞാൽ കളയുക. അപ്പൊ നമുക്ക് ചില വാക്കുകൾ നമുക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ കീഞ്ഞു പാഞ്ഞ് എന്നൊക്കെ പറയും, പെട്ടെന്നുള്ളതിനുള്ള കീഞ്ഞു പാഞ്ഞ് എന്താണ്, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് പലപ്പോഴും ഈ പുറമേ ഉള്ളവർക്ക് അറിയാൻ പറ്റില്ല. അവർ കണ്ണൂരുകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഡെസ്കിൽ തന്നെ ഉള്ള കണ്ണൂരുകാർ സംസാരിക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാകാത്തവർക്കായിട്ട് ഒരു ഡിക്ഷണറി കണ്ണൂരിന് ഒരു നിഘണ്ടു തയ്യാറാക്കിയിരിക്കുകയാണ്. പിലാത്തറ സ്വദേശിയും തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഹിന്ദി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ VTV മോഹനും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ സ്മിത നായരും. എന്തായാലും അത് എല്ലാവർക്കും വലിയ ഉപകാരപ്രദമാകും, അല്ലെ സഹിത്? എല്ലാത്തരം പ്രാദേശിക ഭാഷകളും കോർത്തിണക്കുന്ന തരത്തിലുള്ള ഇത്തരം മാതൃകകൾ എല്ലായിടത്തും ഉണ്ടാവട്ടെ. എന്തായാലും ആ പഴമ രീതികളൊക്കെ സംരക്ഷിക്കപ്പെടട്ടെ. എന്തായാലും നമുക്ക് ഈ കണ്ണൂരിൻ്റെ ഭാഷയും ആ ഭാഷാമൊഴിയുടെ ഒക്കെ പ്രത്യേകത ഒന്ന് കണ്ടുവരാം. കണ്ണൂരിൻ്റെ ഭാഷാഭേദ നിഘണ്ടു എന്ന പുസ്തകത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മിക്കവാറും നമ്മുടെ നാട്ടുമ്പുറത്ത് നിങ്ങൾ കേട്ടിട്ട് മറന്നുപോയ കുറേ വാക്കുകൾ, അത്തരം വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു കളക്ഷൻ ഉണ്ടാക്കി. ഏകദേശം 3000 വാക്കുകൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 125 പേജ് ആണ് മൊത്തം ഇതിന് ഉള്ളത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനും ഇത് ഡോക്ടർ സ്മിത കെ നായർ എന്ന തുഞ്ചത്ത് യൂണിവേഴ്സിറ്റിയിലെ ഭാഷാശാസ്ത്ര വിഭാഗം അധ്യാപിക കൂടിയാണ്. 2008 നവംബർ 3 ജോയിൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. 2019-20 ആകുമ്പോഴത്തേക്ക് നമ്മൾ തീർന്നു. എൻ്റെ കുട്ടികൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പല നാട്ടുമുറങ്ങളിൽ വരുന്ന സ്റ്റുഡൻസ് നാട്ടുമുറങ്ങളിൽ പോയിട്ടുണ്ട്, തെയ്യങ്ങളെ കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ അമ്മ തന്നെ ഒരു വലിയ ഒരു എൻ്റെ നാട്ടിലുള്ള പഴയ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമ്മമാർ അവരെല്ലാമാണ് ഇതിൻ്റെ സോഴ്സ്. അവരിൽ നിന്നൊക്കെ ഞാൻ ഈ വാക്കുകൾ കണ്ട് തെയ്യം കാണാൻ പോകുന്ന സമയത്ത് തെയ്യത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ ഇങ്ങനെ കണ്ടെത്തിയത്.
ഒരു ദിവസം ഞാൻ ആദ്യം ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ ഉണ്ടായൊരു ചെറിയ അനുഭവം. അയാൾ ചായ തരുന്ന ആൾ എന്നോട് ചോദിച്ചു, മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആൾ ഷാദുലിക്കാരനോട് ചോദിച്ചു, പിന്നെ എനിക്കെന്താ ചായ വേണ്ടത്? ഞാൻ എന്നിട്ട് കുറച്ചും കൂടി ചെറുതാണ്, പിന്നെ ഇപ്പോൾ സീനിയർ ടീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് അയാൾ എനിക്കെന്താ ചായ കടി എന്താന്ന് വേണ്ടത് ചോദിച്ചു. ഞാൻ എന്താ ഉള്ളത്? അന്നേരം എന്നോട് പറഞ്ഞു, പിന്നെ കാലിമുട്ട ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കാലിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചു പോയാണ്. കാലിമുട്ട ഫ്രൈ അവൻ്റെ കൊണ്ട് തരുമോ എന്നുള്ള ധാരണ ചെയ്തായിരിക്കും ഉണ്ടായിരുന്നു. ആകെ അങ്കലാപ്പിലായി. ഞാൻ സത്യം പറയാലോ, കാലിമുട്ട എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത മാഷോട് ഞാൻ ചോദിച്ചു, എന്താ ഈ സംഭവം? അങ്ങനെ പുഴുങ്ങിയ മുട്ടക്ക് ഇവിടെ പറയുന്ന പേരാണ് കാലിമുട്ട എന്ന് പറഞ്ഞാൽ. അങ്ങനെ കാലിമുട്ട ഇതൊരു ഭയങ്കര ക്രേസായി എനിക്ക് തോന്നി, ഭയങ്കര സംഭവമാണെന്നല്ല. അങ്ങനെ ഇതൊരു പിന്നെ സംഗതിയാക്കി എടുക്കണം എന്നുള്ള വലിയ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഡിക്ഷണറി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെ തെയ്യം ഇങ്ങനെ ഉരിയാടുന്നില്ലേ, തെയ്യം ഉരിയാടുന്ന സമയത്ത് ഇതെല്ലാം തെയ്യത്തിനടുത്ത് പോയി നിൽക്കും. തെയ്യം ഇങ്ങനെ എന്താ പറയുന്നതെന്നല്ലുള്ളൂ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ തെയ്യം ഇങ്ങനെ പറയില്ല, കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൈയെടുക്കട്ടെ എൻ്റെ അകമ്പടിയേ എന്ന് പറയും. കൈയെടുക്കട്ടെ എന്ന് പറഞ്ഞു, കൈ എടുക്കുന്നതിനപ്പോൾ ഞാൻ വിചാരിച്ചു തെയ്യം എന്തിനാ ഇങ്ങനെ കൈ എടുക്കുന്ന കാര്യം പറയുന്നത്. കൈ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വരട്ടെ എന്ന് ആണ്. പിന്നെ ഒരു കണ്ണൂരുകാരൻ സാധാരണ രീതിയിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറയില്ല, ഞാൻ വരട്ടെ എന്നേ പറയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ എൻ്റെ കൈ മുറുക്ക പിടിച്ചു എന്നിരിക്കാം. മുറുക്ക പിടിച്ചപ്പോൾ പിന്നെ ഞാൻ ഓനോട് പറഞ്ഞു, പിന്നെ അല്ല നീ എൻ്റെ കൈ ഇളക്ക് എന്ന് പറഞ്ഞു. ഇളക്കെന്നാണ് പറയാം. കൈ ഇളക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയത്തുകാരനോ അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനോട് നമ്മൾ കൈ ഇളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയില്ല. നമ്മൾ പറയും കൈ ഇളക്ക് എന്ന് പറഞ്ഞാൽ കൈ പിന്നെ നമ്മൾ ഒന്ന് വിടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പറയും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയാൾക്ക് എന്താ സംഭവം എന്ന് തിരിയുള്ളൂ. അങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ സ്ഥലത്തും നമ്മളിപ്പോൾ ഇലയെടുത്ത് ചാടുക എന്നെല്ലാം നമ്മൾ പണ്ട് ഇങ്ങനെ പറയുന്ന പല വാക്കുകളുണ്ട്. അതെല്ലാം ക്രിയയാണ്. ഈ കൂട്ടം കൂടൽ എന്ന് കേട്ടത്. കൂട്ടം കൂടൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നീന്തര കൂട്ടം കൂടുന്ന നീ ആടെ നിന്ന് കൂട്ടം കൂടല്ലേ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമില്ല പെണ്ണുങ്ങളെല്ലാം പറയും, പ്രായമില്ല വയസ്സായ ആൾക്കാരെ നിങ്ങളോട് പറയും കൂട്ടം കൂടല്ല മക്കളെ. കൂട്ടം കൂടല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ അടിപിടി കൂടല്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കല്ല, വർത്താനം പറയല്ല എന്നാണ് രാത്രിയിൽ ശരി. ഇനിയിപ്പോൾ അത് പോയിട്ട് പിന്നെ തലശ്ശേരി പോയി കഴിഞ്ഞാൽ ഇതേ വാക്ക് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ ആണ് കൂട്ടം കൂടുക. നമ്മൾ പിന്നെ കണ്ണൂരിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടം കൂടുക എന്ന് പറഞ്ഞാൽ സംഘടിക്കുക, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഒന്നിച്ച് ചേരുക എന്നുള്ളതാണ് കൂട്ടം കൂടുക എന്ന് പറഞ്ഞാൽ. കൂട്ടം കൂടുക എന്നതിൻ്റെ രാത്രിയിലെ സ്റ്റൈൽ എന്ന് പറയുന്നത് അടിപിടി കൂടുക, കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ പടന്ന എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പിന്നെ പടന്ന സ്ഥലമുണ്ട് നമുക്ക് പിന്നെ ഈ ചെറുത്തൂരിൻ്റെ അപ്പുറത്തോട്ട്. പടന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ വാഴേൻ്റെ കോലേൻ്റെ ഒരു ഭാഗമാണ് പടന്ന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അന്വേഷിച്ച് നോക്കൂ, വീട്ടിൽ മുതിർന്ന പിന്നെ ആണ് അല്ലെങ്കിൽ മോനെ നമ്മൾ പിന്നെ വിളിക്കുന്ന വാക്കുണ്ട്. ഓമനത്തോടു കൂടിയിട്ടാണ് കടിഞ്ഞിപ്പൊട്ടൻ എന്നാണ് വിളിക്കുക. ഓമനത്തോടു കൂടിയിട്ട് വിളിക്കുന്ന പേരാണ് കടിഞ്ഞിപ്പൊട്ടൻ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പിന്നെ രസമായിരിക്കും അത്, എന്തൊരു കേൾക്കാൻ ഒരു ഉള്ള വാക്കാണതല്ലോ. പട്ടിണിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ അടിച്ചാര, പിന്നെ ഒയൽച്ച, എന്തെല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന വാക്ക്. ബേങ്കി എന്ന് പറഞ്ഞാൽ ആരോടപ്പം പറയാം. ബേങ്കി എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഇത് സാധനം എന്നീ ആൾക്കാർ പറയില്ല. ഇളക്കുക എന്ന് പറയുന്നത് സാമ്പാറിൽ പിന്നെ വെണ്ടയ്ക്ക് എന്തെല്ലാം കൂട്ടിയിട്ട് ഇളക്കുന്നതിനാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കേണ്ടുന്ന എന്ന് പരിഷ്കൃത സമൂഹം പറയുന്ന വാക്കുകൾ. പക്ഷേ ഇളക്കുക എന്ന് പറഞ്ഞാൽ വിടുക എന്നുള്ളതാണ് നമ്മുടെ വാക്ക്. കീഞ്ഞു പാഞ്ഞു എന്നാണ് നമ്മൾ പിന്നെ ഇറങ്ങിപ്പോയി എന്നതിന് പെട്ടെന്ന് ഓടിപ്പോയി, അല്ലെങ്കിൽ ഓനങ്ങ് കീഞ്ഞു പാഞ്ഞു പോയിപ്പാ എന്നേ ആണല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും. അങ്ങനെ കീയുക പിന്നെ അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വാക്കുകൾ അതൊക്കെ നമ്മൾ ചുറ്റുപാടും തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പിന്നെ വിദൂര ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്വത്ത് നമുക്ക് കണ്ടെത്താമെന്ന് നമുക്ക് തോന്നുന്നു. എഴുത്തുകാരൻ അല്ലെങ്കിൽ പോയംസ് എല്ലാം എഴുതുന്ന ഒരാൾ എന്നല്ലേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. പക്ഷെ കവി എന്ന് പറഞ്ഞാൽ പിന്നെ പാത്രം കഴുകിയതിനാണ് കവി, പാത്രം കഴുകി എന്ന് പറയുന്നതിനാണ് നമ്മൾ കവി എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഭയങ്കര ഒരു
രസമില്ല. കാരണം ഞാൻ ഇത്രയും സമയം നിങ്ങളോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ ഞാനിങ്ങനെ നിങ്ങളോടൊന്ന് വായിക്കാം എന്നുള്ള ഒരു തോന്നൽ. അങ്ങനെ ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വാക്ക് എന്ന് പറയുന്നത് കൊട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ണാനെയാണ് നമ്മൾ കൊട്ടൻ എന്ന് പറയുന്നത്. കൊട്ടൻ മാങ്ങ തിന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെലിഞ്ഞൊരാളെ കൊട്ടൻ എന്ന് വിളിക്കും. അയാളൊരു കൊട്ടനായതുകൊണ്ട് ഇത്രയും ഭാരം എടുക്കുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ കൊട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മുറുക്കുന്നവരൊക്കെ ഉണ്ട്. മുറുക്കുന്നവർ അതിൻ്റെ പുകയിലയുടെ പുറംഭാഗം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉൾഭാഗത്തുണ്ടാവില്ലേ, അതിനെയാണ് കൊട്ട് എന്ന് പറയുന്നത്. എല്ല് എന്നും പറയും. എല്ല് എന്ന് പറയുന്നതും കൊട്ട് എന്ന് പറയുന്നതെല്ലാം ഈ സാധനത്തെയാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ കൊണ്ട എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ മുതലായ അതുപോലത്തെ സാധനങ്ങളുണ്ടാവുമല്ലോ, അതുപോലത്തെ ഉപയോഗിക്കുന്ന അളവ് മാത്രമാണ് കൊണ്ട എന്ന് പറയുന്നത്. കൊത്തംകളി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ കൊത്തമ്മാടി കളി അല്ല, കൊത്തമ്മാടി കളിയല്ല, കൊത്തംകളി എന്ന് പറയുന്നത്. കല്ലുകളി, കൊത്തങ്കല്ല് കളി, ഇങ്ങനെയുള്ള ഇതെല്ലാം എന്നെല്ലാം ഈ പല വാക്കുകളും അങ്ങനെയുള്ളതുണ്ട്. കൊത്തമ്മാടിക്കളി, കൊച്ചമ്മാടിക്കളി, പിന്നെ കൊത്തുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അപ്പുറപ്പുറമെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടാവും. അതുപോലെ ഉള്ള വാക്കലാണ് കൈമലാക്കൽ. കൊക്ക എന്ന് പറഞ്ഞാൽ ഓനൊരു കൊക്കയെന്ന് പറഞ്ഞാൽ ഓനൊരു പ്രശ്നക്കാരനാണെന്നാണ്. കൊക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാങ്ങയും ഇതൊക്കെ അണ്ടിയൊക്കെ പരിക്കാൻ, കശുവണ്ടിയൊക്കെ പരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊക്ക എന്ന് പറയുന്നത്. അണ്ടി എന്ന് പറഞ്ഞാൽ കശുവണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൃത്തികമാകുന്നതാണ് നമ്മൾ പല ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൈപ്പീസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് കൈപ്പീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് കൈപ്പീസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തു എന്നാണ്. കൈക്കൂലി കൊടുത്തു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. കൈപ്പീസ് എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ പണ്ടേ ഇങ്ങനെ ധരിച്ചു വെച്ചെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൈക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അടുപ്പിൻ്റെ മുകളിൽ ഒരു പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം എടുത്തു വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തുണിയാണ് കൈക്കല എന്ന് പറയുന്നത്. കൈത്തുണി എന്ന് പറയുന്ന വാക്ക്. പിന്നെ കൈബോണി, ബോണി, ബസി, കൊക്ക, കൊച്ച, കൊക്കിനെയാണ് കൊച്ച എന്ന് പറയൽ. കൊടന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൊടന്ത, ഒരു പടല, തെങ്ങിൻ്റെ ഒരു കൊടന്ത, അല്ലെങ്കിൽ ഈ വാഴയുടെ കൊടന്ത എന്നെല്ലാം നമ്മൾ ഉപയോഗിക്കും. കൊട്ട എന്ന് പറഞ്ഞാൽ കൂട്ടനെയാണ് നമ്മൾ കൊട്ട എന്ന് നമ്മൾ ഉപയോഗിക്കും. കക്കൽ, കക്കുക, കക്കുന്നോൻ, കഞ്ഞാറ്റി, കടപ്പ, കടലാന, കടിച്ചി, കട്ടക്കൊയ്യ, കട്ടക്കോയി, കടേമ, കടിയ, കണ്ടി, കണ, കൈക്കണ, കണക്കന്നെ, കണിയാൻ, കണിയാമ്പച്ചി, കണ്ടംകോല്, അങ്ങനെ വിഭിന്നങ്ങളായ വാക്കുകൾ നമ്മുടെ മുമ്പിൽ, വിശാലമായ ലോകം നമ്മുടെ മുമ്പിൽ പുസ്തകങ്ങൾ തുറന്നു വയ്ക്കും. മറ്റൊന്ന് അന്വേഷണം കേട്ടോ. അങ്ങനെ കണ്ണൂരിന്റെ വ്യത്യസ്തമായ അല്ലെ അവിടുത്തെ നാട്ടുഭാഷ ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? അതെന്തായാലും അത് കുറെ ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. കണ്ണൂരിന്റെ പല സ്ഥലങ്ങളിൽ പല ഭാഷ, പല വാക്കുകളാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഏറ്റവും കൗതുകമായി തോന്നി. എനിക്ക് തോന്നുന്നു അത് ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടില്ലെങ്കിൽ കൂടിയും അത്രമൊരു നിഘണ്ടു ഉണ്ടാവട്ടെ, ഇങ്ങനെ ചില പ്രയോഗങ്ങളും നാട്ടുഭാഷയും ഉണ്ടായിരുന്നുകൊണ്ട് വരും തലമുറ അറിയട്ടെ അല്ലെ. നമുക്കിനി പത്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ? ഇന്നത്തെ പത്രത്തിന്റെ സമഗ്രതയുമായി നമുക്കൊപ്പം ചേരുന്നത് VS കൃഷ്ണരാജാണ്. കൃഷ്ണരാജ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നിയമസഭയിൽ അടക്കം നടന്ന ദിവസമാണ്. സ്വാഭാവികമായും അതിന്റെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള മനോഹരമായ ലേഔട്ടുകളുമായിട്ടായിരിക്കാം ഇന്നത്തെ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുക. കൃഷ്ണരാജ്, നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കം തന്നെയാണോ ഇന്ന് പത്രങ്ങളുടേത്? തീർച്ചയായും. ഗുഡ് മോർണിംഗ് സജിത്, അശ്വതി.
എല്ലാ പത്രങ്ങളുടെയും മുഖപ്പേജ് ആകെ കവർന്നെടുത്തിരിക്കുന്നത് നിയമസഭയിലെ കയ്യാങ്കളിയും പ്രതിഷേധവും തുടർന്നുണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെയാണ്. നമുക്ക് മനോരമയിലേക്ക് വന്നാൽ ആദ്യ പേജിൽ നല്ലൊരു തലക്കെട്ടാണ്, അടിവെച്ച് എന്നാണ്. അടികൂടിയതും അതിനകത്തുണ്ട്, അടിവെച്ചുള്ള മുന്നേറ്റവും അതിനകത്തുണ്ട്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അടിവെച്ച് എന്ന തലക്കെട്ടോടെ സ്പീക്കറുടെ ഓഫീസ് ഉപരോധത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾക്ക് മർദ്ദനം എന്ന തലക്കെട്ടോടുകൂടി വാർത്ത. കെ രമയുടെ കൈക്ക് പൊട്ടൽ, സലാം ചവിട്ടി എന്ന് രമയുടെ ആരോപണം, പ്രതിപക്ഷ MLA-മാർ മർദ്ദിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ്. അങ്ങനെ സമഗ്രമായൊരു മുൻപേജാണ്. അതിൽ കെ രമയുടെ കൈക്ക് പൊട്ടലേറ്റു എന്നതിനെ തുടർന്ന് കയ്യിൽ ആശുപത്രിയിലെത്തിച്ച് അത് വേദന സഹിക്കാനാവാതെ വിങ്ങുന്ന ഒരു ചിത്രവും മുഖപ്പേജിലുണ്ട്. മറ്റൊന്ന് സ്പീക്കർ അന്നും ഇന്നും എന്ന് ഒരു പ്രത്യേക കോളം. നമുക്കറിയാം ഈ മനോരമ അത്തരം ചില സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു പത്രം കൂടിയാണ്. ഡിസംബർ 5-ന് മുൻ സ്പീക്കറായ മന്ത്രി MP രാജേഷിൻ്റെ പ്രസംഗം നീണ്ടപ്പോൾ ചുരുക്കാൻ സ്പീക്കറായ ഷംസീർ ഇടപെട്ടു എന്നതിൽ തുടങ്ങി സർവകലാശാല ബിൽ ചർച്ചയ്ക്കിടെ LDF-ന്റെ KT ജലീലിൻ്റെ പ്രസംഗം നീണ്ടപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ഒരു നിഷ്പക്ഷനായ സ്പീക്കറാണെന്ന തോന്നലുണ്ടാക്കുകയും പിന്നീട് പല പ്രതിപക്ഷ MLA-മാരടക്കം അത് പറയുകയും ചെയ്തതാണ്. പല വിലയിരുത്തലുകൾ ഉണ്ടായതാണ്. നേരത്തെ കണ്ട MLA ആയ ഷംസീറിനെ അല്ല സ്പീക്കർ കസേരയിൽ കാണുന്നത്, നിഷ്പക്ഷനായ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന മുഖം നോക്കാത്ത ഒരു സ്പീക്കർ എന്ന് വന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെയല്ല സ്പീക്കർ എന്ന തലത്തിലേക്ക് പറഞ്ഞു വയ്ക്കുകയാണത്. കൊച്ചി കോർപ്പറേഷനിൽ UDF അംഗങ്ങളെ പൂട്ടിയിട്ട സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് തള്ളുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ്റെ പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കുന്നു. അതിനുശേഷം തുടർച്ചയായി 2ാം ദിവസവും പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുന്നു. അങ്ങനെ വിശദമായി സ്പീക്കർ തുടങ്ങിയിടത്ത് നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഒരു സൈഡ് കോളം അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത ബഫർ സോണിൽ ഇളവ് വന്നേക്കും എന്നാണ്. അതായത് ബഫർ സോൺ പ്രദേശങ്ങളിൽ നിർമ്മാണ നിരോധനം പ്രായോഗികമല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വിജ്ഞാപനം ചെയ്തിടത്തും ഇളവ് തേടുകയാണ് കേരളം. കരട് വിജ്ഞാപനം ചെയ്ത മേഖലകൾക്കും 1 കിലോമീറ്റർ നിബന്ധനയിൽ ഇളവ് നൽകണമെന്ന് കേരളം ആവശ്യപ്പെടുന്നു എന്നതും കൂടി ചേർത്ത് സമഗ്രമായൊരു വാർത്ത മുൻപേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത സ്വകാര്യ വനമേറ്റെടുക്കൽ 50 സെന്റ് വരെയുള്ള കർഷകർക്ക് ഇളവ് നൽകും എന്നതാണ്. ഈ ബഫർ സോണുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത. സ്വകാര്യ വനങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാകുമ്പോൾ 50 സെന്റ് വരെ കൈവശമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇളവ് നൽകി. 71-ലെ സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും നിയമ ഭേദഗതി ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ നീക്കം എന്ന സർക്കാർ വാർത്ത. ഇക്കാര്യം മന്ത്രിസഭ അംഗീകരിച്ചു എന്നതാണ് മുഖപേജിൽ വരുന്ന മറ്റൊരു വാർത്ത. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ കുറച്ചുകൂടി കൃത്യമായി ആ വാർത്ത, അതായത് നിയമസഭയിലെ വിഷയങ്ങളെ എഡിറ്റോറിയൽ പേജിൽ സമഗ്രമായി പറയുകയാണ് മലയാള മനോരമ. പാർട്ടി ഓഫീസല്ല നിയമസഭ, നിഷ്പക്ഷതയും നീതിബോധവും സ്പീക്കർ മറക്കരുത് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. അതായത് സ്പീക്കർ ഒന്നോർക്കണം, ഇത് ഭരണ പ്രതിപക്ഷങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും, തർക്കമുണ്ടാകും. പക്ഷേ അവിടെ സ്പീക്കർ നിഷ്പക്ഷത മറക്കരുത്, നീതിബോധം മറക്കരുത് എന്നാണ് പറയുന്നത്. വനിതകളടക്കമുള്ള ചില പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ സംഘർഷത്തിനിടെ കയ്യേറ്റമുണ്ടായതുമൊക്കെ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ അവകാശം സംരക്ഷിക്കാനുള്ള ഇടപെടൽ സ്പീക്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എഡിറ്റോറിയൽ പേജ്. മറ്റൊന്ന് അവൾക്കുമില്ലല്ലോ അടിയന്തര ശ്രദ്ധ എന്നാണ്. അതായത് ഉമാ തോമസാണ് ഇന്നലെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് ഒരു പെൺകുട്ടിയെ +2 വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. പക്ഷേ ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയെ സ്കൂളിനടുത്തുള്ള ജംഗ്ഷനിലേക്ക് നടക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇത് അടിയന്തര പ്രാധാന്യമുള്ളതല്ല എന്ന് പറഞ്ഞാണ് ഇന്നലെ സ്പീക്കർ തള്ളിയത്. അവൾക്കുമില്ലല്ലോ അടിയന്തര ശ്രദ്ധ എന്നാണ്. ഒരു പെൺകുട്ടി പൊതുമധ്യത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടും അത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിട്ടും അത് അവിടെ അവതരിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ആണ് ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത്. മറ്റൊന്ന് CPI-ൽ വൻ ചേരിതിരിവ്, കാനത്തിന് രൂക്ഷ വിമർശനം എന്നാണ്. അതിലെ ഏറ്റവും രസകരമായൊരു വാർത്ത, തിരുത്തൽ ശക്തിയാകേണ്ട കാനം തിരുമ്മൽ ശക്തിയായി എന്ന് പരോക്ഷമായൊരു വിമർശനമാണ് ഇന്നലെ പറഞ്ഞത്. ഇഷ്ടക്കാർക്ക് ഇളവ് കിട്ടുന്നു. അതായത് സെക്രട്ടറിക്ക് ചുറ്റും നിൽക്കുന്നവരെ, ഉപഗ്രഹങ്ങളെ
കൂടുതലായി സംരക്ഷിക്കപ്പെടുന്നു. പാർട്ടിക്കുള്ളിൽ മറ്റുള്ളവർക്ക് അവഗണനയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. സമ്മേളന അവലോകനങ്ങളുടെ റിപ്പോർട്ടിന്മേലാണ് സംസ്ഥാന കൗൺസിലിൽ നടന്ന ചർച്ചയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായത്. തനിക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾക്ക് വികാരപരമായി സംസ്ഥാന സെക്രട്ടറി കാനം മറുപടി നൽകി എന്നാണ്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട വാക്ക് ഇത് തന്നെയാണ്, തിരുത്തൽ ശക്തി തിരുമ്മൽ ശക്തിയായി. അതായത് തിരുത്തേണ്ട പാർട്ടിയാണ് നമ്മുടേത്, പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സമീപകാലത്തൊക്കെയും കാണുന്നത് എന്നാണ്. ഒരുപക്ഷെ കാനം വളരെ പ്രതിരോധത്തിലായ സമയമാണ്, അതുകൊണ്ടാണ് കാനം വികാരപരമായി മറുപടി നൽകി എന്ന് വാർത്തയിൽ വരുന്നത്. മറ്റൊരു വാർത്ത സ്പോർട്സ് പേജിൽ, അതായത് ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് സജീവമായി ചർച്ചയാകുന്ന രണ്ട് താരങ്ങൾ. അക്കൂട്ടത്തിലേക്ക് എംബാപ്പെ എന്ന താരം ഈ ലോകകപ്പോടുകൂടി കടന്നു വരുന്നു. ഈ യുവത്വത്തിനിടെ ആ പ്രസരിപ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ലോക ഫുട്ബോൾ ഫൈനലിൽ നമ്മൾ കണ്ടതാണ്. ഇനിയത്തെ രണ്ട് താരങ്ങൾ ആര് എന്ന ചോദ്യത്തിന് മനോരമ കൃത്യമായൊരു വിശകലനം നടത്തുകയാണ് സ്പോർട്സ് പേജിൽ. കിലിയൻ എംബാപ്പെ PSG താരം, ഫ്രാൻസിൻ്റെ താരം. മറുവശത്ത് എർലിംഗ് ഹാലൻഡ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം. കഴിഞ്ഞ ദിവസം 5 ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ഹാലൻഡ് നേടിയത്. ഇങ്ങനെ തുടരെ ഒരു ഗോളടി യന്ത്രം പോലെ കളിക്കുന്ന താരമാണ് ഹാലൻഡ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളാണ് ഭാവിയിൽ ലോക ഫുട്ബോൾ ഭരിക്കുക എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ലേഖനമാണ് മനോരമയുടെ സ്പോർട്സ് പേജിൽ. മാതൃഭൂമിയിലേക്ക് വന്നാൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ കയ്യാങ്കളി, പ്രതിപക്ഷ MLA മാരെ വലിച്ചിഴച്ചു. KK രമയുടെ ചിത്രം തന്നെയാണ് ഇതിലും മനോരമയിലേതുപോലെ തന്നെ മാതൃഭൂമിയിലും മുഖപ്പേജിൽ വരുന്നത്. KK രമയുടെ ചിത്രം തന്നെയാണ്. 4 MLA മാർക്ക് പരിക്ക്. സനീഷ് കുമാർ ജോസഫ് ICUവിൽ, കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് രമ. 7 വാച്ച് ആൻഡ് വാർഡുകൾക്കും പരിക്കുണ്ട് എന്ന് പറയുകയാണ് ഈ വാർത്ത. സംഭവത്തെക്കുറിച്ച് വിശദമായൊരു വിലയിരുത്തലും, അതായത് എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ചേങ്കോട്ടുകോണത്ത് 16-കാരിക്കേറ്റ ആക്രമണ അടിയന്തര പ്രമേയമായി ഉമാ നോട്ടീസ് അവതരിപ്പിക്കാൻ ശ്രമിച്ചതിൽ തുടങ്ങി സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഉപരോധം, കയ്യാങ്കളി, സച്ചിൻ ദേവും സലാമും അടക്കമുള്ളവർ ആക്രമിച്ചു എന്ന വാർത്ത, വാച്ച് ആൻഡ് വാർഡ് ആക്രമണം അഴിച്ചുവിട്ടു എന്ന വാർത്തയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അകത്തെ പേജിലേക്ക് വന്നാൽ സ്വപ്നയ്ക്ക് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചതിനെ ചൊല്ലിയുള്ള ഒരു കാർട്ടൂൺ വളരെ രസകരമായി കൊടുത്തിട്ടുണ്ട്. അതായത് മരുമകൻ്റെ കമ്പനിക്ക് ബ്രഹ്മപുരം കരാർ നൽകിയതിൽ വൈക്കം വിശ്വൻ അവിടെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. ഇവിടെ സ്വപ്നയുടെ ആരോപണത്തിന് പിന്നാലെ, വിജേഷ് പിള്ളയുടെ വന്ന ആരോപണത്തിന് പിന്നാലെ MV ഗോവിന്ദൻ നോട്ടീസ് അയക്കുന്നു. പക്ഷേ ഇതുവരെയും നോട്ടീസ് അയക്കാത്ത ഒരാളുണ്ട്. അവിടെ ഒരു ജനാലയുടെ കതക് തുറന്നിട്ട് പഴയ ഞാനായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നത് ഗോപികൃഷ്ണൻ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കൈവിട്ട് ഭരണപക്ഷം, അമിതാവേശത്തോടെ വാച്ച് ആൻഡ് വാർഡ്, അങ്ങനെ പ്രാകൃതമായ സംഘർഷം ഒഴിവാക്കാൻ പലവട്ടം ശ്രമം നടന്നെങ്കിലും അതിപ്പോഴും തുടരുന്നത് ഒട്ടേറെ കാര്യങ്ങളിൽ പുരോഗമന സ്വഭാവം അവകാശപ്പെടുന്ന നിയമസഭയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിയമസഭയിൽ നടന്ന കാര്യം, മുൻപ് നടന്നിട്ടുള്ള സംഘർഷങ്ങൾ 82-ലെയും 2011-ലെയും 15-ലെയും ഇന്നലത്തെയും ചിത്രങ്ങൾ സഹിതം സമഗ്രമായി നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷത്തിൻ്റെ നട്ടെല്ല് വാഴപ്പിണ്ടിയാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ സഭയിൽ പറഞ്ഞതും, അതിനുശേഷം കൗരവ സഭയോ എന്ന VD സതീശൻ്റെ ചോദ്യവും, മാനേജ്മെൻറ്റ് കോട്ടയിൽ വന്ന മന്ത്രിയാണ് റിയാസ് എന്ന സതീശൻ്റെ മറുപടിയും അകത്തെ പേജിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ ഓരോ നിമിഷവും ചൂട് സഹിക്കാനാകാതെ, താങ്ങാനാവാതെ വെള്ളം കുടിക്കുന്നവരാണ്. 80 കോടിയുടെ കുപ്പിവെള്ളമാണ് വേനൽ ചൂടിൽ കേരളം കുടിക്കുന്നത് എന്നൊരു വാർത്തയാണ്. വർഷം ശരാശരി 200 കോടി രൂപയുടെ വിൽപ്പന നടക്കുന്നു എന്ന് ആ വാർത്തയിൽ പറയുന്നു. നെല്ലെടുപ്പ് പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ വായ്പാ പരിധി കഴിഞ്ഞു എന്ന വാർത്ത KR പ്രഹ്ലാദൻ്റേതായി മാതൃഭൂമിയിലെ അകത്തെ പേജിലുണ്ട്. വായ്പ സപ്ലൈകോയ്ക്ക്, ബാധ്യത കർഷകർക്ക് എന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണത്. കേരളകൗമുദിയിലേക്ക് വന്നാലും മുഖപ്പേജിൽ അതേ ചിത്രം തന്നെ. സനീഷ് കുമാർ ജോസഫ് ആശുപത്രിയിൽ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിച്ചിഴച്ചു, കൈയൊടിച്ചു, സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ക്രൂരമർദ്ദനം എന്ന വാർത്ത. അകത്ത് ബഫറിൽ പൂർണ്ണ വിലക്കുണ്ടാവില്ല എന്ന വാർത്ത നേരത്തെ മനോരമയിലും ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അത്. പ്രതിപക്ഷത്തിൻ്റെ വാഴപ്പിണ്ടി നട്ടെല്ല് പറയുന്നത് മാനേജ്മെൻറ്റ് കോട്ടയിലെത്തിയ മന്ത്രി എന്ന വാർത്തയും കേരളകൗമുദിയുടെ പേജിൽ വരുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഈ 3 പ്രധാനപ്പെട്ട പത്രങ്ങളിലും വന്ന വാർത്തകൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ്. പ്രതിപക്ഷം ചോരക്കളിക്ക് എന്നാണ് പറയുന്നത്. വനിതകൾ ഉൾപ്പെടെ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈന് നേരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണി. കയ്യിൽ കെട്ട്, രമയുടെ കയ്യിലെ കെട്ട് നാടകമാണ്, അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സതീശൻ തല്ലുന്ന
ഒരു ചിത്രം വച്ചിട്ട് ഒരു കാർട്ടൂണും രസകരമായി പറഞ്ഞിട്ടുണ്ട്. സമ്മതിച്ചേക്ക് കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞുപോയി എന്നാണ്. അതായത് അപഹാസ്യനായി പ്രതിപക്ഷ നേതാവ് കയ്യേറ്റമോ അറിയില്ലെന്ന് തിരുവഞ്ചൂർ പറഞ്ഞത്. ഇന്നലെ ന്യൂസ് 18നോടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതായത് MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ടാണ് അങ്ങോട്ട് ചെന്നത്, കയ്യേറ്റം ചെയ്തതായി ആക്ഷേപമില്ല എന്ന് ന്യൂസ് 18-ന്റെ വാർത്തയ്ക്കിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഏറ്റെടുത്ത ഒരു കാർട്ടൂൺ കൂടിയാണ് അത്. ബ്രഹ്മപുരത്ത് ത്രിതല അന്വേഷണം വരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ സഭയിൽ ഇന്നലെ പറഞ്ഞിരുന്നു. അന്വേഷണത്തിന് വിജിലൻസ് പോലീസ് വിദഗ്ധ സമിതി, ദുരന്ത നിവാരണത്തിന് എംപവേർഡ് കമ്മിറ്റി, 3 തരത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന വാർത്തയാണ് ദേശാഭിമാനിയിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ആകെ നിറഞ്ഞു നിൽക്കുന്നത് പല പേജുകളിലും സഭയിലെ കയ്യാങ്കളി തന്നെയായിരുന്നു. പത്രം 18 പൂർണ്ണമാവുകയാണ്. വീണ്ടും അശ്വതിയിലേക്കും സജിത്തിലേക്കും. താങ്ക് യു കൃഷ്ണരാജ്. സജിത്ത്, നമ്മൾ ഓരോരുത്തരുടെയും പത്രവിശേഷങ്ങൾ പങ്കുവെക്കുന്ന രീതി, കൃഷ്ണരാജ് നമുക്കറിയാം നമ്മുടെ ആക്ഷേപഹാസ്യ പരിപാടി കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒരുപാട് അതുകൊണ്ട് തന്നെ കാർട്ടൂണുകൾ കൂടുതലായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കൃഷ്ണരാജ് ഇന്നത്തെ പത്രം 18 കൈകാര്യം ചെയ്യുന്നത്. അല്ലെ, വളരെ രസകരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉള്ളടക്കം, കാരണം ഇന്നലെ നിയമസഭയിലെ സംഭവങ്ങൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും പത്രങ്ങളുടെ ഉള്ളടക്കം. അത് വളരെ വ്യത്യസ്തമായ പല തരത്തിലുള്ള പത്രങ്ങളുടെ ആംഗിളിലേക്കും അവരതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്തായാലും സമഗ്രമായൊരു പത്ര വിശകലനമാണ് കൃഷ്ണരാജ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം നമ്മൾ പറഞ്ഞു, പുത്തരിക്കണ്ടം പഴയ പുത്തരിക്കണ്ടമല്ല, നവീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനും ഒക്കെ ഉണ്ട് ആളുകൾക്ക്. തിരുവനന്തപുരത്തുള്ള ഓപ്പൺ ജിമ്മും കൂടെ. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ ഓപ്പൺ ജിമ്മിലാണ്. ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ഇവിടെ ഇരുന്നപ്പോൾ ഒരുപാട് പേര് ഇവിടെ രാവിലെ പ്രഭാത സവാരിക്ക് എത്തുന്നവർ ഈ ജിമ്മും കൂടി ഉപയോഗിച്ചാണ് മടങ്ങുന്നത്. അപ്പോൾ നിരവധി വാർത്തകളുണ്ട്, അതിലേക്കൊക്കെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഞാനും സജിത്തും ഇവിടെ നിന്ന് തുടരും. പ്രഭാത കേരളം തുടരുമ്പോൾ നിയമസഭ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. നമ്മൾ അവിടേക്ക് പോവുകയാണ്. നിയമസഭയിലെ സംഘർഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം. കെ രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഭരണപ്രതിപക്ഷ പോരിന് പരിഹാരം കാണാൻ സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കന്മാരുടെ യോഗവും അല്പസമയത്തിനകം ചേരും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ നിയമസഭയിൽ എന്താണ്? അശ്വതി, അല്പസമയം മുമ്പാണ് ഈ സഭാ നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ഒരു സംഘർഷ സാധ്യതയ്ക്ക് അയവ് വരുത്തുന്നതിന് വേണ്ടി സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും സ്പീക്കർ വിളിച്ച ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്പീക്കറുടെ ഓഫീസിൽ വെച്ചാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. സമമായ നീക്കത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും സഭ ഇന്നും പ്രക്ഷുബ്ധമാകും, സംഘർഷഭരിതമാകും. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഒരുപോലെ പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ എങ്ങനെ നേരിടണം എന്നത് തന്നെയാണ് ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് സ്പീക്കറെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് 15 ദിവസം കൂടി സഭ മുമ്പോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം. മാർച്ച് 31 വരെയാണ് സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കാൻ തീരുമാനമെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലയളവിലേക്ക് ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ സഭ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സ്പീക്കറെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി തീരും. ആ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഇന്ന് കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നതിനുള്ള തീരുമാനം അവർ കൈക്കൊണ്ടതും. എന്തായാലും കെ രമ MLA ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായി പ്രതിപക്ഷവും മുമ്പോട്ട് നീങ്ങിയാണ്. എന്തായാലും വാച്ച് ആൻഡ് വാർഡിനെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നൊരു നിലപാടിൽ പ്രതിപക്ഷ MLA-മാർ എല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് സ്പീക്കർ കടന്നാൽ അത് ഉദ്യോഗസ്ഥർക്കിടയിലും അമർഷവും അതൃപ്തിയും ഉളവാക്കും. അതുകൊണ്ട് തന്നെ ഒരു നയപരമായ നീക്കത്തിലൂടെ ഒരു താക്കീത് നൽകി എല്ലാവരെയും ശാസിക്കുന്ന ഒരു നടപടി മാത്രമേ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഇടയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം MLA-മാർക്കെതിരെ അടക്കം നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സഭാ നടപടികളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അസാധാരണമായ സംഭവങ്ങളാണ് ഇന്നലെ സഭയിലുണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഇനി സഭയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടക്കുന്ന ഈ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. എന്തായാലും കക്ഷി നേതാക്കളുടെ യോഗം നിർണായകമാണ്. അതിന്റെ പുരോഗതി ഇന്നത്തെ സഭാ നടത്തിപ്പിനെയും നിർണായകമാക്കും.
മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ലേക്ക് പോവുകയാണ്. അത് കൊല്ലത്ത് നിന്നാണ്. ആശുപത്രി അധികൃതരുടെ അശ്രദ്ധ മൂലം യുവതിയുടെ ജീവൻ തുലാസിൽ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ സർജിക്കൽ മോപ്പും സൂചിയും നൂലും യുവതിയുടെ വയറിനുള്ളിൽ കുടുങ്ങി. ജീവൻ തന്നെ അപകടത്തിലായതോടെ എഴുകോൺ ESI ആശുപത്രിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശി ചിഞ്ചു രാജിന്റെ കുടുംബം. ഈ വാർത്ത കണ്ട ശേഷം മടങ്ങി വരാം. എഴുകോൺ ESI ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ചിഞ്ചുരാജിന്റെ പ്രസവ ശസ്ത്രക്രിയ. തിങ്കളാഴ്ച മുതൽ കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതോടെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ എക്സ്റേ എടുത്തു. കൊട്ടാരക്കര മെട്രോ സ്കാനിംഗ് സെന്ററിലെത്തിച്ച് ESI ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ സ്കാൻ ചെയ്തു. ചിഞ്ചുവിനെ തിരികെ എത്തിച്ച ശേഷം അതിവേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാനോ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമുള്ളവ നൽകാനോ ഡോക്ടർമാർ തയ്യാറായില്ല. എക്സ്റേയിൽ നിന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് പിഴവുണ്ടായതായി ബന്ധുക്കൾക്ക് മനസ്സിലായത്. അനാസ്ഥ മാത്രമേ ഉള്ളൂ ഇതിൽ. ഇത് ഒരു സിസറിയൻ കഴിഞ്ഞ ഒരാളുടെ വയറ്റിൽ മാതിരി സാധനങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അനാസ്ഥയല്ലേ. അത് വയറിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ന്യൂമോണിയ ആയി മാറി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്കും വഴിവരിച്ചു. വെറും അവഹേളിക്കുന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. നമ്മൾ ആൾക്കാർ ഒരാൾ ചോദിച്ചു, രണ്ടാൾ ചോദിച്ചു, നാലാൾ ചോദിച്ചു, എന്നിട്ട് ഇവർ ഇതിൻ്റെ നല്ല രീതിയിലുള്ള മറുപടി തരികയോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നടക്കുന്നതല്ലാതെ അതിനുള്ള ഒരു മറുപടി കൃത്യമായിട്ടുള്ള തിരികെ അതിൻ്റെ റിസൾട്ടുകൾ തരാം, അതൊന്നും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ചിഞ്ചുവിന് ന്യൂമോണിയ പിടിപെട്ടു. അണുബാധ രൂക്ഷമായതോടെ ജീവൻ തന്നെ അപകടത്തിലായി. ഇതോടെ ചിഞ്ചുവിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവ് ബിബിൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം. ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18, കൊല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. വീണ്ടും ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് വരുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ഷാനോസ് ഡേവിഡ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷാനോസ് ഡേവിഡ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഷാനോസ്, ഗുഡ് മോർണിംഗ്. പക്ഷേ ഈ വാർത്ത ഒരു സങ്കീർണമല്ലേ? കാരണം ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചികിത്സാ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും? ഈ കുടുംബത്തിന്റെ തുടർ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? കുടുംബം അത്യധികം വേദനയിലാണ്. കാരണം മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുക മാത്രമാണ് ഈ ഉണ്ടായിട്ടുള്ളത്. ചിഞ്ചുരാജിനെ സംബന്ധിച്ച് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രസവ ശസ്ത്രക്രിയ നടത്തുന്നത്. അതിനുശേഷം കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ധരിപ്പിച്ചിരുന്നില്ല. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് എക്സ്റേ എടുക്കുകയും അതോടൊപ്പം തന്നെ സ്കാനിങ് നടത്തുന്നത്. സ്കാൻ ചെയ്തത് പുറത്ത് ഒരു സെൻറ്ററിൽ കൊണ്ട് കൊട്ടാരക്കരയിലെ മെട്രോ സ്കാനിങ് സെൻറ്ററിലായിരുന്നു നടത്തിയത്. എന്നാൽ അതിനുശേഷം ഇത്തരം റിപ്പോർട്ടുകളൊന്നും വീട്ടുകാരെ ധരിപ്പിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്കാനിങ് റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായില്ല. ഇവർ പണമടച്ച് സ്കാൻ ചെയ്തതാണ്, എന്നിട്ട് പോലും സ്കാനിങ് റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായില്ല. അതേ തുടർന്നാണ് ഭർത്താവ് ബിബിൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത്. അങ്ങനെ പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് എക്സ്റേ റിപ്പോർട്ടെങ്കിലും ഇവരുടെ കൈവശം എത്തുന്നത്. എക്സ്റേ പരിശോധിക്കുമ്പോഴാണ് ഈ വയറിനുള്ളിൽ ശസ്ത്രക്രിയ സമയത്ത് നൂല്, അതുപോലെ തന്നെ സൂചി, അതുപോലെ സർജിക്കൽ മോപ്പ് എന്നിവ കുടുങ്ങിപ്പോയതായിട്ട് ഇവർക്കൊരു സംശയം തോന്നുന്നത്. ഇപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി ചിഞ്ചുരാജ് അവിടുത്തെ താൽക്കാലിക നഴ്സായി ജോലി ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവരുടെ ചില ബന്ധുക്കളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യത്തിലാണ് തൻ്റെ ഭാര്യ കടന്നു പോകുന്നതെന്ന് ഭർത്താവ് വിപിന് മനസ്സിലാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ സ്കാനിങ് പൂർത്തിയാക്കി വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടത്തി മറ്റൊരു ഓപ്പറേഷന് ഈ ചിഞ്ചുവിനെ വിധേയമാക്കുകയായിരുന്നു. അതിനുശേഷം അണുബാധ കൂടുന്നു, ന്യൂമോണിയ നന്നായി പിടിപെടുന്നു, ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ESI ഹോസ്പിറ്റൽ, എഴുകോണിലെ ESI ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നും സർജറി നടത്തിയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായി പിഴവുണ്ടായി എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് സംബന്ധിച്ചാണ് ആദ്യം സംശയത്തിൻ്റെ പേരിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിരുന്നു. അവർ പരാതി നൽകിയിരിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള ചികിത്സാ പിഴവ്, ശസ്ത്രക്രിയയിൽ വലിയ തോതിലുള്ള പിഴവ്, ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വിധത്തിലുള്ള ഗുരുതരമായ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട്, ആയുസ്സിൻ്റെ ബലം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ICUവിലാണ് ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവം കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ ഗണേഷ് കുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ച് അത് പൊതുസമൂഹം ഏറ്റെടുക്കുകയും വലിയ തോതിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. വീണ്ടും
ഇപ്പോൾ ഒരു ചികിത്സാ പിഴവിൻ്റെ വാർത്തയാണ് കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ഈ 30 വയസ്സുകാരിയെ സംബന്ധിച്ച് സങ്കീർണമായ സാഹചര്യങ്ങൾ കൂടിയാണ് കടന്നുപോയത്. അതായത് ഒരു പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവേണ്ടി വന്ന ഒരു യുവതിയുടെ വയറിനകത്ത് ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം പിന്നീടുള്ള പരിശോധനയിൽ ശസ്ത്രക്രിയ നടത്തിയതിന് ഭാഗമായിട്ടുള്ള നൂലും സൂചിയും ഈ സർജിക്കൽ മോപ്പുമൊക്കെ കടന്നുകൂടുക എന്ന് പറയുന്നത് ഗുരുതരമായ അനാസ്ഥയാണ്, ഗുരുതരമായ കൃത്യവിലോപമാണ്, ഗുരുതരമായ തെറ്റാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മൾ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു വിഷയമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായെങ്കിൽ അത് ഞങ്ങളെ ധരിപ്പിക്കാനും അതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കാനും അല്ലെങ്കിൽ വേഗത്തിൽ ഇടപെടാനും ഡോക്ടർമാരും ആശുപത്രി അധികൃതരും തയ്യാറായില്ലെന്നുള്ളതാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ സംഗതി. എന്തെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിനെതിരായി ഒരു പ്രശ്നമുണ്ടാക്കാനോ സാധാരണ നമ്മൾ കാണുന്നത് പോലെ ഹോസ്പിറ്റലിനകത്ത് കയറി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും തയ്യാറായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. അവർക്ക് വേണ്ടത് എന്തായാലും കൊല്ലത്തു നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്, ഒരു ചികിത്സാ പിഴവിന്റെ ഗുരുതര വീഴ്ചയുടെ വാർത്തയാണ് വരുന്നത്. ആരെയും പേടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇത്തരത്തിൽ പ്രസവത്തിന് പോയിട്ട് അവിടെ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയെങ്കിലുമാണ് എന്ന് പറയുമ്പോൾ വലിയ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. കോഴിക്കോട്ടെ ഒരു സംഭവം പറയേണ്ടതാണ്. കോഴിക്കോട് ഒരു യുവതി നടത്തുന്ന സമരം ഇപ്പോഴും കത്രിക വയറ്റിനുള്ളിൽ വെച്ച് അങ്ങനത്തെ ഒരു ഗുരുതരമായ ക്രമത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോഴും ഇത് ആവർത്തിക്കുമ്പോഴും വലിയ ഭീതി ജനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് അത്തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാനോസ് ഡേവിഡാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ വീണ്ടും പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടും മാലിന്യ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ നിറഞ്ഞത്. ഇന്നും കോർപ്പറേഷൻ യോഗം ചേരുന്നുണ്ട്. ഞെളിയമ്പറമ്പിലെ മാലിന്യ പ്രശ്നം തന്നെയാണ് ഇന്നും ചർച്ച ചെയ്യുന്നത്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഞെളിയമ്പറമ്പിലെ പ്രശ്നത്തിൽ അവിടുത്തെ കരാർ കമ്പനിയെ തന്നെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP, കോൺഗ്രസ് അടക്കമുള്ളവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമര രംഗത്തുണ്ടായിരുന്നത്. ഇന്ന് കോർപ്പറേഷൻ യോഗം ചേരുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക? സംഘർഷ രംഗങ്ങളൊക്കെ നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ യോഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാനാകുമോ? അശ്വിൻ. അശ്വതി, സജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗം പ്രക്ഷുബ്ധമായിരുന്നു. പ്രതിപക്ഷ കൗൺസിലർമാർ, BJPയുടെയും UDFിൻ്റെയും കൗൺസിലർമാർ പ്ലക്കാർഡുകളും ബാനറും ഒക്കെയായിട്ടാണ് ഇന്നലെ യോഗത്തിലെത്തിയത്. ഇന്നലെ കൗൺസിലിൽ ഇത് ചർച്ച ചെയ്യണം, കോഴിക്കോട്ടെ മാലിന്യ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം അവർ ഉയർത്തിയിരുന്നു. ഇതിന് കാരണമായത് സോണ്ട ആൻഡ് ഫ്രടെക് എന്ന കമ്പനി തന്നെയാണ്. അത് ബ്രഹ്മപുരത്ത് കരാർ ഏറ്റെടുത്ത അതേ കമ്പനി തന്നെയാണ് കോഴിക്കോട് ഞെളിയമ്പറമ്പിലെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയും കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വേസ്റ്റ് ടു എനർജി എന്നത് തന്നെയാണ് ഇവിടെയും അവരുടെ ഉദ്ദേശം. പക്ഷേ കരാർ 2019 കരാർ ഉണ്ടായത്. പക്ഷേ 4 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ബയോ മൈനിങ് പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അതിൻ്റെ ഈ കാലതാമസം കോർപ്പറേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളോടൊക്കെ സംസാരിച്ച മേയർ പറഞ്ഞത് ഇവരുമായിട്ട് ഇനി കരാർ തുടരണമോ എന്നുള്ള കാര്യം പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. കരാർ തുടരാൻ സാധ്യതയില്ല. മുൻപരിചയമില്ലാത്തൊരു കമ്പനിയെ വിശ്വാസത്തിലെടുത്തുപോയി എന്ന് മേയർ തെറ്റു സമ്മതിക്കുക തന്നെയായിരുന്നു ചെയ്തത്. കാരണം ഇവർക്ക് എന്തെങ്കിലും മുൻപരിചയമുണ്ടോ, എന്ത് കണ്ടിട്ടാണ് ഇതുപോലൊരു കമ്പനിക്ക് കരാർ നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ മേയർ പറഞ്ഞത് അവരുടെ അവകാശവാദങ്ങൾ വിശ്വസിച്ചു പോയി, അതുകൊണ്ട് അവർക്ക് കരാർ നൽകി. പക്ഷേ ആ കരാർ തുടരാൻ കോർപ്പറേഷൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ഏപ്രിലിൽ സോണ്ട ഇൻഫ്രാടെക്കുമായി ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷം അവരെ കരാർ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അവരെ അറിയിക്കും തുടങ്ങിയ ഉറപ്പുകളൊക്കെ മേയർ നൽകിയിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതുകൊണ്ടൊന്നും തൃപ്തരല്ല. പ്രതിപക്ഷം ഈ സോണ്ട ഇൻഫ്രാടെക്കിനെ ബ്ലാക്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തണം, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം. കാരണം ഇതുപോലെ ഒരു തട്ടിപ്പ് കമ്പനിയാണിത്. മാത്രമല്ല ഇവർക്ക് കൊടുത്തതിൽ അത് CPM ബന്ധമുള്ള ഒരു കമ്പനിയാണ്. അവർക്ക് കൊടുത്തതിൽ അഴിമതിയുണ്ട്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണം, കൗൺസിൽ ചർച്ച ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ മേയർ പറഞ്ഞത് ഇന്നത് ചർച്ചയ്ക്കെടുക്കാം എന്നുള്ളതായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് കോർപ്പറേഷൻ കൗൺസിൽ, അടിയന്തര കൗൺസിലാണ്. കൗൺസിലിൽ ഈ വിഷയം മാത്രമായിരിക്കും ചർച്ചയ്ക്കെടുക്കുക. തീർച്ചയായിട്ടും കൗൺസിൽ പ്രക്ഷുബ്ധമാവാൻ തന്നെയാണ് സാധ്യത. കാരണം ബ്രഹ്മപുരത്തിന് സമാനമായ രൂപത്തിൽ അത്ര വലിയതല്ലെങ്കിലും ഒരു ചെറിയ തീപിടുത്തം കഴിഞ്ഞ ദിവസം ഇവിടെ ഞെളിയമ്പറമ്പിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കൂടുതൽ തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേനൽ കനക്കുകയാണ്. അത്തരത്തിലുള്ളൊക്കെയുള്ള വിഷയങ്ങളാണ്. ബയോമൈനിങ് ഇനിയും പൂർത്തിയാവാത്തത് തികഞ്ഞ അനാസ്ഥയാണെന്നുള്ള വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. മാത്രമല്ല സോണ്ട ഇൻഫ്രാടെക്കിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ശരി അശ്വിൻ, താങ്ക് യു. അവിടുത്തെ മാലിന്യ പ്രശ്നവും രൂക്ഷമായി തന്നെയാണ് ആളുകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോർപ്പറേഷൻ യോഗത്തിൽ അത് തന്നെയാണ് പ്രധാന വിഷയമായി എത്തിയിരിക്കുന്നത്. അവിടെയും വിവാദ കമ്പനിക്ക് തന്നെയാണ് കരാർ എന്നതാണ് കോഴിക്കോട്ടെയും വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്.
നമ്മൾ ഇന്നലെ കണ്ട് കോട്ടയം വടവാതൂരിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ആ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ തീരുമാനമായി എന്നുള്ളൊരു സന്തോഷകരമായ ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മാലിന്യം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയും വിജയപുരം പഞ്ചായത്തും തമ്മിൽ വലിയ തർക്കം നിലനിന്നിരുന്നു. ജില്ലാ കളക്ടർ PK ജയശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന തർക്ക പരിഹാര യോഗത്തിലാണ് മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ തീരുമാനമായത്. ആദ്യഘട്ടം മാർച്ച് 31-നകം പൂർത്തിയാക്കും. ഡംപിംഗ് യാർഡിലെ മുഴുവൻ മാലിന്യങ്ങളും നീക്കാനാണ് പദ്ധതി. വളരെ പോസിറ്റീവായ ചർച്ചയാണ് നടന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള വിജയപുരം പഞ്ചായത്ത് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. മുനിസിപ്പാലിറ്റി, കോട്ടയം മുനിസിപ്പാലിറ്റി ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ യാർഡിലെ മാലിന്യങ്ങൾ വേർതിരിക്കാൻ നഗരസഭ നടപടി തുടങ്ങിയിരുന്നു. പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമമാണിതെന്നാരോപിച്ച് വിജയപുരം പഞ്ചായത്ത് ഇത് തടയുകയായിരുന്നു. ഇതിനിടെയാണ് ജില്ലാ കളക്ടർ ഇടപെട്ട് ചർച്ചകൾ നടത്തിയത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് 2013-ലാണ് വടവാതൂർ മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ന്യൂസ് 18 കോട്ടയം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മനോഹരമായി പശ്ചാത്തലം പ്രേക്ഷകരിലേക്ക് എപ്പോഴും ഞാനത് പറയുന്നത് വൈകി വന്ന പ്രേക്ഷകർക്കായാണ്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്തിന്റെ ഒരു മുഖം മാറ്റം അല്ലെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അകത്തേക്ക് നഗരവാസികൾ തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ട്. അതെ, എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. എനിക്കും അത് അക്കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഇത് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് ഇതിന്റെ ഒരു ഭംഗി, ദൃശ്യഭംഗി കാര്യങ്ങളൊക്കെ അറിയിക്കാനായി ഞങ്ങൾ മുഴുവൻ സമയം പ്രഭാത കേരളം ഇവിടെ നിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് ഇന്ന് വന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു മേഖലയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു. വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ജിമ്മുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള പാർക്കുണ്ട്, ഒപ്പം ഈ പ്രഭാത സവാരിക്കാർക്കായിട്ടുള്ള പ്രത്യേക വേ ഉണ്ട്, പാത്തുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ആർട്ട് ഗാലറിയാണ്. ഇവിടെ നമുക്ക് രവിവർമ്മൻ ചിത്രങ്ങളൊക്കെ കാണാം. ഒപ്പം ഒരു നല്ല അന്തരീക്ഷം, വളരെ മനോഹരമായ അന്തരീക്ഷം. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാധനം, നമ്മൾ നിൽക്കുന്ന ഈ ഇടം, ഇപ്പൊ ഈ ആർട്ട് ഗാലറി ആയിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഈ ഇടം ഏറ്റവും വലിയൊരു മാലിന്യ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഈ പുത്രിക്കണ്ടം അവിടെ അതിന്റെ പ്രൗഢിയൊക്കെ ഉള്ളപ്പോഴും ഈ പ്രദേശം ഭയങ്കരമായ മാലിന്യം കൂടിക്കിടന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിന്റെ മുഖം മാറി എന്നത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നഗരത്തിലുള്ളവർക്കൊക്കെ വരാം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതേപടി തന്നെ സംരക്ഷിക്കപ്പെടണം. അതാണ് അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെയും, നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുടെ ആണെങ്കിലും ഉള്ള ഉത്തരവാദിത്തമാണ്. അത് അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് അങ്ങനെ തന്നെ സംരക്ഷിച്ചു പോകുക. ഈ ആർട്ട് ഗാലറിക്ക് പിന്നിലായി നമുക്ക് കാണാം ഓപ്പൺ യോഗ റിട്രീറ്റ് ഉണ്ട്. അവിടേക്ക് പോയ ശരിക്കും പറഞ്ഞാൽ വളരെ മനസമാധാനമുള്ള ഒരു അന്തരീക്ഷം. ഈ നഗരത്തിന് നടുവിലാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ വാഹനങ്ങളുടെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത വിധം അല്ലെ ഉള്ളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് കുട്ടികളുമായിട്ടൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വരാം. മൈതാനം, വിശാലമായ മൈതാനം, അതിന് ചുറ്റിലുമുള്ള ആ ഇടത്താണ് ഇത് വളരെ ഫലപ്രദമായി സ്ഥലം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നഗരവാസികൾക്കും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ വരുന്നവർക്ക് ഇവിടേക്ക് സ്വാഗതം. പ്രവേശനം സൗജന്യമാണ്. ഇവിടെ വരാം. നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഈ സൗകര്യങ്ങൾ ആസ്വദിക്കാം. നമുക്ക് വാർത്തകളിലേക്ക് പോവാം. കാർഷിക സംസ്കൃതിയുടെ സ്മരണ ഉണർത്തി പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭത്തിന് തുടക്കമായി. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥ നിലനിന്ന കാലത്ത് ആരംഭിച്ച കാർഷിക വിപണന മേളയാണിത്. ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും വ്യത്യാസം വരുത്താതെയാണ് ഓമല്ലൂർ പഞ്ചായത്ത് ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി വരാം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശന വിപണന മേളകളിൽ ഒന്നാണ് ഓമല്ലൂർ വയൽ വാണിഭം. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച കാർഷിക വിപണന മേളയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കന്നുകാലികളുടെയും കൈമാറ്റമായിരുന്നു ആദ്യഘട്ടത്തിൽ വയൽ വാണിഭത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി പണിയായുധങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ആരംഭിച്ച കാർഷിക മേള വിവിധ നാണയങ്ങളുടെയും കറൻസിയുടെയും കാലവും കടന്ന് ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റം ലോകത്ത് സംഭവിച്ചു. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. കടയിൽ സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പുതിയ തലമുറ വന്നിരിക്കുന്നത്. ആ ഡിജിറ്റൽ യുഗം വന്നിട്ട് പോലും പഴയ തനിമ നിലനിർത്താൻ ഓമല്ലൂർ വയൽ വാണിഭത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓമല്ലൂരിലെ നിവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷം. പുതുതലമുറയ്ക്ക് അന്യമായ അരകല്ല്, ആട്ടുകല്ല്, ഇടികല്ല്, അടച്ചട്ടി, ചീനച്ചട്ടി, മത്ത്, പറ, ചങ്ങഴി, നാഴി തുടങ്ങി വിവിധ ഇനം മൺപാത്രങ്ങൾ
പഴയതും പുതിയതുമായ പണിയായുധങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം വയൽവാണിഭത്തിലുണ്ട്. ഓമല്ലൂർ പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിവിധയിനം കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പഴമയുടെ പ്രൗഢി വിളിച്ചോതിയ മേളയാണ് ഓമല്ലൂരിൽ നമ്മൾ കണ്ട കാഴ്ച. അങ്ങനെ നമ്മൾ നടന്ന് പുത്തരിക്കണ്ടം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും അതിശയവും അത്ഭുതവും ഒക്കെയാണ് അല്ലെ. കൃത്യമായി ഇത് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പുത്തരിക്കണ്ടമാണോ എന്ന് തോന്നിപ്പോകുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണെന്ന് കരുതാം. ഈ ഒരു പുതിയ മുഖം മാറ്റമെന്ന് കരുതാം. നേരത്തെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് സംരക്ഷിക്കപ്പെടണം. ഈ സംരക്ഷിക്കപ്പെടാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല, സംരക്ഷിക്കാനും അതിൽ സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ സംവിധാനങ്ങളുടെ ഇടപെടൽ വേണം. അതിനുമപ്പുറം ഇത് ഉപയോഗപ്പെടുത്താൻ പോകുന്ന പൊതുജനങ്ങളും ഇതിനോടൊരു മാന്യത പുലർത്തുന്ന ഇടപെടലുകൾ കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ മാലിന്യ പ്രശ്നത്തിനും അത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രഭാത കേരളത്തിൽ വളരെ വിശദമായി തന്നെ നമ്മൾ വാർത്തകൾ പരിശോധിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് കാണാനുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി വരാം. പ്രഭാത കേരളം തുടരുകയാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നും. ഇത് പുത്തരിക്കണ്ടം മൈതാനമാണെന്ന് പ്രേക്ഷകർ അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. എന്തായാലും ഇത് പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഭാഗം തന്നെയാണ്. അവിടെ ഇനിയും നവീകരണ പ്രവർത്തികൾ ബാക്കിയുണ്ട് അല്ലെ സൈറ്റ്. ഇവിടെ ഇനിയും പണികൾ ബാക്കിയുണ്ട്. ഒപ്പം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് രാവിലെ 9 മണി വരെ 9:30 വരെ ഇവിടെ ആളുകളെ കയറ്റുന്നുള്ളൂ. ഇപ്പോൾ അതിനുശേഷം വൈകിട്ട് 4 മണി മുതലും തുറന്നു കൊടുക്കും. ആ സമയത്താണ് ഇവിടെ അനുവദനീയമായ സമയം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും യോഗ സെന്റർ അടക്കമുള്ള വിപുലമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിതിനിടയിൽ വാർത്തകളിലേക്ക് കൂടി വീണ്ടും പോവേണ്ടതുണ്ട്. ഇനി അന്തർദേശീയ വാർത്തകളുടെ സമയമാണ്. സരുൺ എ ജോസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. സരുൺ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്ന് അന്തർദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? അതിന്റെ ഒരു ചുരുക്കം എങ്ങനെയാണ് സരുൺ? സജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാനിലെ നാടകീയ സംഭവങ്ങൾ ഇന്നും തുടരാനാണ് സാധ്യത. പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇന്നലെ സംഘർഷത്തിലേക്ക് നയിച്ചത്. മറ്റൊന്ന് US-ലെ ബാങ്കുകളുടെ തകർച്ചയെ പറ്റിയാണ്. ഈ രണ്ട് റിപ്പോർട്ടുകളിലേക്കും വിശദമായി എത്താം അന്തർദേശീയ വാർത്തകളിലേക്ക്. തോഷഖാന കേസിൽ ഇന്നലെ പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ ഇസ്ലാമാബാദ് പോലീസും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അർദ്ധ സൈനിക വിഭാഗമായ പാക് റേഞ്ചേഴ്സും ഇന്നലെ ലാഹോറിൽ എത്തിയിരുന്നു. ലാഹോറിൽ ഇമ്രാൻഖാന്റെ സമൻ പാർക്കിലുള്ള വസതിക്ക് മുന്നിൽ എത്തിയെങ്കിലും ഇന്നലെ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ 10 മണിവരെ അറസ്റ്റ് നടപടികൾ പാടില്ലെന്ന് ലാഹോർ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇന്നലെ പോലീസും ഇമ്രാൻഖാന്റെ അനുയായികളും തമ്മിൽ വലിയ സംഘർഷമുണ്ടായി. കണ്ണീർവാതകവും ജലപീരങ്കിയും അടക്കം പ്രയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. തോഷഖാന കേസിലാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ ഇസ്ലാമാബാദ് പോലീസ് ലാഹോറിൽ എത്തിയത്. അതായത് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ലഭിച്ച ഉപഹാരങ്ങൾ അത് തോഷഖാന വകുപ്പിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് സ്വന്തമാക്കി ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിറ്റു എന്ന കേസിലാണ് ഇമ്രാൻഖാനെ എതിരെയുള്ള ഈ നടപടി തുടരുന്നത്. നേരത്തെയും ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയിരുന്നെങ്കിലും അന്നും ഇമ്രാൻഖാനെ പിടികിട്ടിയിരുന്നില്ല. ഇതിനിടെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടെ ഇമ്രാൻഖാൻ അനുയായികളെ അഭിസംബോധന ചെയ്തിരുന്നു. പക്ഷേ ഈ ഇമ്രാൻഖാന്റെ പ്രസംഗം കൊടുക്കാൻ പാക് TV ചാനലുകൾക്ക് വിലക്കുണ്ട്. അതിനാൽ തന്നെ ഇമ്രാൻഖാന്റെ പ്രസംഗം പാക് TV ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നില്ല. മറ്റ് 4ഓളം കേസുകളിൽ ഇമ്രാൻഖാന് ജാമ്യം അനുവദിച്ചിരുന്നു. വനിതാ ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിലും ഇമ്രാൻഖാന് ഇസ്ലാമാബാദ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഏതായാലും ഓഗസ്റ്റിൽ പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഇമ്രാൻഖാന്റെ ജനസമ്മതി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പാക് സർക്കാർ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇമ്രാൻഖാന്റെയും അതുപോലെ തന്നെ അനുയായികളുടെയും ആരോപണം. നേരത്തെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിക്ക് ഭരണമുള്ള പഞ്ചാബിലെയും ഖൈബർ പക്തൂൺഖയിലെയും പ്രവിശ്യ സർക്കാരുകൾ ഇമ്രാൻഖാൻ പിരിച്ചുവിട്ടിരുന്നു. ഇവിടെ ഏപ്രിൽ 30-നകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇമ്രാൻഖാനെതിരെ തിരക്ക് പിടിച്ചുള്ള ഈ അറസ്റ്റ് നീക്കം എന്നാണ് ഇമ്രാൻഖാന്റെ ആരോപണം. ഏതായാലും
പാകിസ്ഥാനിൽ ഇന്നും ഈ നാടകീയ സംഭവങ്ങൾ തുടരും എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴും ഇമ്രാൻഖാന്റെ അനുയായികൾ ഈ ഇമ്രാൻഖാന്റെ വസതിക്ക് ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി അങ്ങനെ തന്നെയായിരുന്നു അവിടുത്തെ സാഹചര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നേരത്തെ 2 പ്രധാനപ്പെട്ട ബാങ്കുകൾ തകർന്നിരുന്നു. സിലിക്കൺ വാലി ബാങ്കും അതുപോലെ തന്നെ സിഗ്നേച്ചർ ബാങ്കും. ഈ ബാങ്കുകൾക്ക് പിന്നാലെ മറ്റൊരു ബാങ്കും ഫസ്റ്റ് റിപ്പബ്ലിക്കൻ ബാങ്കും തകർച്ചയിലേക്ക് നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ ബാങ്കിന്റെ ഓഹരി 67% ഇടിഞ്ഞിരുന്നു. പൂർണ്ണ തകർച്ചയിലേക്ക് ഈ ബാങ്കിന്റെ പതനമെത്താതെ US ഫെഡറൽ റിസർവും അതുപോലെ തന്നെ JP മോർഗൻ എന്ന കമ്പനിയും ശ്രമം തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയതോടെയാണ് സിലിക്കൺ വാലി ബാങ്ക് തകർച്ചയിലേക്ക് പോയത്. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും അതുപോലെ തന്നെ ടെക് കമ്പനികൾക്കും ഏറ്റവും അധികം വായ്പ നൽകിയിരുന്ന ബാങ്കാണ് ഈ സിലിക്കൺ വാലി ബാങ്ക്. ഈ കടപ്പത്രങ്ങളിലായിരുന്നു, ദീർഘകാല കടപ്പത്രങ്ങളിലായിരുന്നു ഈ ബാങ്കിന്റെ നിക്ഷേപം മുഴുവൻ. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയതോടെ ഈ കടപ്പത്രങ്ങളിലേക്കുള്ള നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ പലിശ സാധാരണ മറ്റു നിക്ഷേപങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെ കടപ്പത്രങ്ങളുടെ മൂല്യം ഇടിഞ്ഞു. ഇതാണ് സിലിക്കൺ വാലി ബാങ്കിന്റെ തകർച്ചയിലേക്ക് നയിച്ചത്. മറ്റൊരു ബാങ്കായ സിഗ്നേച്ചർ ബാങ്ക്, അതായത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ കൂടുതൽ ആശ്രയിച്ചിരുന്ന മറ്റൊരു ബാങ്കായിരുന്നു സിഗ്നേച്ചർ ബാങ്ക്. അതുപോലെ തന്നെ ഈ FTX പോലുള്ള ഈ ക്രിപ്റ്റോ കറൻസികൾക്ക് നിക്ഷേപമുണ്ടായിരുന്ന ബാങ്ക് കൂടിയാണ്. ഈ FTX എന്ന് പറയുന്ന ക്രിപ്റ്റോ കമ്പനി അത് തകർന്നതോടെയാണ് ഈ സിഗ്നേച്ചർ ബാങ്കിന്റെ തകർച്ചയ്ക്കും കാരണമായത്. ഈ അമേരിക്കയിലെ ബാങ്കുകൾക്ക് പുറമെ മറ്റിടങ്ങളിലേക്കും ഈ തകർച്ച അതുപോലെ തന്നെ ഈ ബാങ്കുകളുടെ മാന്ദ്യം ബാധിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ ബാങ്കായ ക്രെഡിറ്റ് സ്യൂസ് ഗ്രൂപ്പ് AGയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ 2ാമത്തെ ബാങ്കാണ് ക്രെഡിറ്റ് സ്യൂസ്. ക്രെഡിറ്റ് സ്യൂസിന്റെ ഓഹരി വില ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 30% താഴ്ന്നിരുന്നു. അങ്ങനെ 2008 സമാനമായ വലിയൊരു ബാങ്കിംഗ് പ്രതിസന്ധിയിലേക്ക് ലോകം നീങ്ങുന്നുവെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം അതിപ്പോഴും ശക്തമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഡ്രോണും അതുപോലെ തന്നെ റഷ്യയുടെ യുദ്ധവിമാനവും തമ്മിൽ കരിങ്കടലിന് മുകളിൽ കൂട്ടിയിടിച്ചിരുന്നു. ഈ കൂട്ടിയിടിച്ചതിന് പിന്നാലെയുണ്ടായ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും റഷ്യൻ പ്രതിരോധ മന്ത്രി ഷെർജി ഷോയ്ഗുവും ഫോണിൽ ചർച്ച നടത്തി. ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യത്തിൻ്റെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിക്കുന്നിടത്തോളം കാലം ഈ കരിങ്കടലിന് മീതെ ഇനിയും പരിശോധനയും അതുപോലെ തന്നെ നിരീക്ഷണവും നടത്തുമെന്നാണ് ലോയിഡ് ഓസ്റ്റിൻ ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. അമേരിക്കൻ ഡ്രോൺ നിയന്ത്രണം നഷ്ടമായി വിമാനത്തിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് റഷ്യയുടെ വാദം. കരിങ്കടലിന് മുകളിലായിരുന്നു അമേരിക്കയുടെ MQ-9 ഡ്രോണും അതുപോലെ തന്നെ റഷ്യയുടെ സുഖോയ് 27 യുദ്ധവിമാനവും കൂട്ടിയിടിച്ചത്. റഷ്യൻ യുദ്ധവിമാനം ഡ്രോണിന് ചുറ്റും പലവട്ടം പറന്നെന്നും ഡ്രോണിലേക്ക് ഇന്ധനമൊഴിച്ചെന്നുമാണ് അമേരിക്കയുടെ ആരോപണം. മറ്റൊരു വാർത്തയുള്ളത്, ഇന്ത്യയുടെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയായി എറിക് ഗാർസെറ്റി ചുമതലയേൽക്കും എന്നാണ്. ഇതിന് കഴിഞ്ഞ 2 വർഷമായി ഇദ്ദേഹത്തിന്റെ നിയമനത്തിന് തടസ്സങ്ങൾ നിരവധിയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം US സെനറ്റാണ് ഗാർസെറ്റിയുടെ നിയമനത്തിന് അനുമതി നൽകിയത്. 2 വർഷമായി ഗാർസെറ്റിയുടെ നിയമനം സെനറ്റിന്റെ പരിഗണനയിലായിരുന്നു. ലോസ് ആഞ്ചലസ് നഗരത്തിന്റെ മുൻ മേയറാണ് എറിക് ഗാർസെറ്റി. മേയറായിരുന്ന കാലത്ത് തന്റെ ഓഫീസിലെ ജീവനക്കാർക്കെതിരെയുണ്ടായ ലൈംഗിക ആരോപണങ്ങളിൽ ഗാർസെറ്റി അച്ചടക്ക നടപടികൾ സ്വീകരിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു അക്കാലത്ത്. ഇതേ തുടർന്നാണ് അംബാസഡർ നിയമനത്തിന് സെനറ്റിൽ തടസ്സം നേരിട്ടത്. പ്രസിഡന്റ് ജോ ബൈഡന്റെ അടുത്ത വിശ്വസ്തനായി അറിയപ്പെടുന്നയാളാണ് എറിക് ഗാർസെറ്റി. 2021 എറിക് ഗാർസെറ്റിക്ക് ആദ്യമായി ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായി നോമിനേഷൻ നൽകിയത്. ഇതിന് അംഗീകാരം ലഭിക്കാതെ വന്നതിന് പിന്നാലെ ഈ വർഷം ജനുവരിയിൽ വീണ്ടും നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. 12 വർഷത്തോളം അമേരിക്കൻ നാവികസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഇതൊക്കെയാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തിരിച്ച് സജിത്തിലേക്കും അശ്വതിയിലേക്കും. താങ്ക് യു സരുൺ. ഈ ഒരു നല്ല ദിവസം സരുണിനും ആശംസിക്കുകയാണ്. നമ്മൾ ഇപ്പൊ വെയിൽ വന്നു തുടങ്ങി, ശരിക്കും ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലവും. നമുക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക്, കാസർഗോഡ് ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വളരെ കൗതുകമുള്ള ഒരു വാർത്തയാണ്. സ്വന്തമായി ചെങ്ങാട വീട് നിർമ്മിച്ച് കാസർഗോട്ടെ ഇരട്ട സഹോദരന്മാർ. കാസർഗോഡ് മല്ലം മുണ്ടപ്പള്ളം സ്വദേശികളായ ആദർശും ആകാശുമാണ് ഈ മുളച്ചെങ്ങാടം നിർമ്മിച്ചിരിക്കുന്നത്. കാണാം.
വിദ്യാർത്ഥികളായ ആദർശും ആകാശും നിർമ്മിച്ച മുളച്ചങ്ങാടത്തിൽ ഒരു ആഡംബര ബോട്ടിലെ എല്ലാ സൗകര്യവുമുണ്ട്. 5 മീറ്റർ നീളവും 2 മീറ്റർ ഉയരത്തിലും വീതിയിലും നിർമ്മിച്ച ചെങ്ങാട വീട് ഇപ്പോൾ മധുരവാഹിനി പുഴയിൽ ഒരു കൗതുക കാഴ്ച കൂടിയാണ്. എല്ലാ വർഷവും വാഴത്തണ്ട് കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിച്ച് പുഴയുടെ ഇരുവശവുമുള്ള പറമ്പിൽ നിന്ന് തേങ്ങയും അടയ്ക്കയും ശേഖരിക്കാറുണ്ട്. ഇക്കുറി ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയാണ് മുളച്ചങ്ങാട വീട് നിർമ്മിച്ചത്. കാട്ടിലെ മഞ്ഞമുളയും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് ചങ്ങാടം നിർമ്മിച്ചത്. 20 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന 20 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചങ്ങാടത്തിൽ കെട്ടിവെച്ചു. ഇതിൽ 10 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകും. നല്ല അഭിപ്രായം. ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചോണ്ടേനി ആയപാട് വിചാരിച്ചു ഭയങ്കര അടിപൊളിയായി. ചങ്ങാത്തി കയറി ഇങ്ങനെ കിയാൻ മനസ്സിലായിരുന്നില്ല, അവർക്ക് പുറത്ത് ഇറങ്ങാനേ മനസ്സിലായിരുന്നില്ല. നല്ല രസമുണ്ടെന്നല്ല പറയുന്നു. വാഴത്തടിയും കൗങ്ങിൻ കഷ്ണങ്ങളും ഉപയോഗിച്ചാണ് 2 വർഷം മുൻപ് ആദ്യ ചങ്ങാടം നിർമ്മിച്ച് പരീക്ഷണം നടത്തിയത്. 2 ആൾ പൊക്കത്തിൽ വെള്ളമുള്ള പുഴയിൽ ഇത് സുരക്ഷിതമല്ലെന്ന് തോന്നിയതിനാലാണ് മുള കൊണ്ടുള്ള ചങ്ങാടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആദർശ് ചെർക്കള GHSലെയും ആകാശ് എടനീർ GSHSലെയും വിദ്യാർത്ഥികളാണ്. മാതാപിതാക്കളായ ബാലകൃഷ്ണനും ഗീതയും ഇവരുടെ പരിശ്രമത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. എന്തായാലും ആദർശിന്റെ ആകാശിന്റെയും ചങ്ങാടം ചെറിയ ചങ്ങാടമൊന്നും അല്ല അല്ലേ, അവര് മനോഹരമായൊരു ചങ്ങാടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി ഒരു കൃഷി വാർത്തയിലേക്ക് പോയാലോ. 1.5 ഏക്കറിൽ നടത്തിയ പയർ കൃഷി വിജയമായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ഒരു കർഷകൻ. കട്ടപ്പന സ്വദേശിയായ ബിജു ആണ് ആ കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. നമുക്ക് ആ ബിജുവിന്റെ കൃഷിത്തോട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഈ കൃഷിയിടം. 1.5 ഏക്കറോളം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന പയർ കൃഷി. കട്ടപ്പന ഇരട്ടയാർ സ്വദേശി ബിജുവിന്റെ കൃഷിത്തോട്ടത്തിൽ വ്യത്യസ്തതകൾ ഏറെയുണ്ട്. കൃഷിയോടുള്ള താല്പര്യമാണ് 8 വർഷമായി ഈ മേഖലയിൽ സജീവമായി നിൽക്കാൻ ബിജുവിനെ പ്രേരിപ്പിക്കുന്നത്. വള്ളിപ്പയറും ബീൻസും എല്ലാമുണ്ട് ഈ കൃഷിയിടത്തിൽ. മാത്രമല്ല ഏലവും മറ്റ് നാണ്യവിളകളും ബിജു വളർത്തുന്നു. പൂർണ്ണമായും ഒരു കൃഷിയും ജൈവരീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബിജുവിന്റെ വാദം. പയർചെടികൾ വളരുമെങ്കിലും കീടബാധകളെ തുരത്താൻ രാസവളങ്ങൾ ചെറിയ തോതിൽ ഉപയോഗിക്കേണ്ടതായി വരുമെന്നും ബിജു പറയുന്നു. ഇപ്പോൾ 125 കിലോയോളം പയർ ലഭിക്കുന്നുണ്ട്. സീസണിൽ 300 കിലോ വരെ കിട്ടും. ഇപ്പോൾ ഇത് ഒരു 1.5 ഏക്കറോളം അടുത്ത് പയർ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ഒരു കൃഷിയോടുള്ള ഒരു താല്പര്യവും ഒരു പ്രത്യേക ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അല്ല മെച്ചപ്പെട്ട ഒരു ലാഭകരമായ കൃഷിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് നമുക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത്. വിലയിടിവ് വലിയൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് വില ഇടിവ് കിട്ടുമ്പോൾ കുറഞ്ഞു വരുമ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർക്ക് ഇപ്പോഴും മുന്തിയ വില കൊടുത്താണ് അവരിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. വിലക്കുറവും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. 35 രൂപയാണ് 1 കിലോയ്ക്ക് ലഭിക്കുന്ന വില. ചിലവ് അതിലേറെയും. എന്നാൽ പ്രതിസന്ധികൾ വന്നാലും കൃഷി ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 ഇടുക്കി. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത് അല്ലേ? അതെ, ദേശീയ വാർത്തകളുമായി രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട വാർത്തകൾ? സജിത്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ കെ കവിത ഹാജരാവുകയാണ്. കവിതയെ ED വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ത്രിപുരയിൽ പ്രതിമ ഭൗമിക് രാജിവെച്ചതോടെ ധൻപൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഇതുൾപ്പെടെയുള്ള ദേശീയ വാർത്തകൾ വിശദമായി നോക്കാം. ഡൽഹി മദ്യനയ കേസിൽ ഇന്ന് കെ കവിത വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ ഹാജരാവുകയാണ്. ഇത് 2ാം തവണയാണ് കെ കവിതയെ ED ഈ കേസിൽ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ കെ കവിത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണം, ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കാൻ, തീർപ്പാക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. സുപ്രീം കോടതിയെ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നൊരു തിരിച്ചടിയാണ് കെ കവിതയ്ക്കുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ കെ കവിത ഇന്ന് ഏതായാലും ED മുമ്പാകെ ഹാജരാകും. 11 മണിക്ക് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ED നോട്ടീസ് ഏതായാലും കവിതയ്ക്ക് നൽകിയിരിക്കുന്നത്. 2ാം തവണയാണ് കവിതയെ
ഇതേ വിഷയത്തിൽ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയും കവിതയെ 9 മണിക്കൂർ നേരം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. ഇ ഡി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ CBI ഈ കേസിൽ തന്നെ കെ കവിതയെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ കെ കവിത CBIക്ക് നൽകിയ മൊഴിയും അതിനുശേഷമുണ്ടായ അറസ്റ്റുകൾ തമ്മിലുള്ള മൊഴിയും, ഈ മൊഴികളൊന്നും തമ്മിൽ പൊരുത്തമില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി കെ കവിതയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി ഇ ഡി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ BRS ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മന്ത്രിമാരെ, BRSന്റെ മന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു, തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഏതായാലും ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇ ഡി പോകാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് ഏവരും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിതയുമായി അടുത്ത ബന്ധമുള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ട് അടക്കമുള്ളവരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI അടക്കമുള്ള ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമതും കെ കവിതയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ത്രിപുരയിൽ പ്രതിമ ഭൗമിക് രാജിവെച്ചു എന്നുള്ളതാണ്. CPMന്റെ കോട്ടയായ ധൻപൂരിൽ നിന്നായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായ പ്രതിമ ഭൗമിക്കിന്റെ വിജയം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരായിരുന്നു പ്രതിമ ഭൗമിക്കിൻ്റെത്. പക്ഷേ വീണ്ടും BJP തന്നെ ഭൂരിപക്ഷം നേടിയതിനാൽ അവിടെ മണിക് സാഹ തന്നെ തുടരട്ടെ എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിച്ചേരുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിമ ഭൗമിക്കിന് മുഖ്യമന്ത്രി പദത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിച്ചില്ല, മന്ത്രിസഭയിലും അവർ ഇടം പിടിക്കുകയും ചെയ്തിരുന്നില്ല. ഇപ്പോഴേതായാലും ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി നിർദ്ദേശപ്രകാരം ഇപ്പോൾ പ്രതിമ ഭൗമിക് രാജിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധൻപൂരിൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. സ്വാഭാവികമായും 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ BJP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ ജിഷ്ണു ദേവ് ബർമാൻ അവിടെ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. കാരണം സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം ഇത്തവണ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും സഭയിൽ എത്തിക്കാനായി ധൻപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകളും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞു. കാരണം 5 തവണ മണിക് സർക്കാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ധൻപൂർ. അവിടെ CPM ആദ്യമായാണ്, ത്രിപുരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സീറ്റ് തോൽക്കുന്നത്. അവിടെ സീറ്റ് തിരിച്ചു പിടിക്കാൻ മണിക് സർക്കാരിനെ വീണ്ടും രംഗത്തിറക്കുമെന്ന ചർച്ചകളും ഏതായാലും ചൂടുപിടിക്കുകയാണ്. ഏതായാലും 6 മാസത്തിനുള്ളിൽ ധൻപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മഹാരാഷ്ട്രയിൽ കർഷകരുടെ ലോങ് മാർച്ച് തുടരുന്നു എന്ന് തന്നെയാണ്. കാരണം കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഉള്ളിക്ക് ന്യായവില അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാസിക്കിൽ നിന്നാണ് ലോങ് മാർച്ച്, കർഷകരുടെ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. നാളെ അത് മുംബൈ നഗരത്തിൽ പ്രവേശിക്കാനിരിക്കുകയാണ്. ഏതാണ്ട് 10,000-കണക്കിന് കർഷകരാണ് നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് കാൽനടയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ 2 മന്ത്രിമാരെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കർഷക പ്രതിനിധികളുമായി ചർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴേതായാലും ഈ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സജിത്തിലേക്കും അശ്വതിയിലേക്കും. അങ്ങനെ ഹിഗ്ഗുറ്റയുടെ ആ സസ്പെൻസ് എന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് പ്രഭാത കേരളം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ കേരളത്തിൻ്റെ ഇന്നത്തെ പൊതുചിത്രം, ഇന്ന് ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങളുടെ ഒരു പൊതുചിത്രമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ന്യൂസ് 18-ലൂടെ. ഇന്ന് നിയമസഭ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. അടിയന്തര പ്രമേയത്തിന് മിക്കവാറും ഇന്നലത്തെ കയ്യാങ്കളി വലിയ ഗൗരവമായി എടുത്ത് അതിന്റെ ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കെ രമ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതെങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ നമുക്കറിയാം. എന്തായാലും നമ്മുടെ പ്രഭാത കേരളത്തിന്റെ സമയം അവസാനിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ശുഭദിനം ആശംസിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും. നന്ദി.